chapter 1, verses 6 to 9. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിലാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കിട്ടിയെങ്കിൽ ഒരുമിച്ച് വായിക്കാം. ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ശബ്ദമുയർത്തി. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യെസ്, 6-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. 6-ാം വാക്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ടതായ കുറിവാക്യം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. Man who was sent. A man who was sent. അയക്കപ്പെട്ട മനുഷ്യൻ. ഇന്ന് പകൽക്കാലം നാം കേൾക്കുന്ന ദൂതിന്റെ തലക്കെട്ട് അയക്കപ്പെട്ട മനുഷ്യൻ. അയക്കപ്പെട്ട മനുഷ്യൻ. അയക്കപ്പെട്ട മനുഷ്യൻ. ഈ ദിവസങ്ങളിൽ, ഈ സീസണിൽ മനുഷ്യൻ വിളിച്ചിട്ടല്ല നാം പോകേണ്ടത്, പകരം ദൈവത്താൽ അയച്ചിട്ടാണ് നാം പോകേണ്ടത്. മിഷൻ ഫീൽഡുകളിൽ, വിവിധ ശുശ്രൂഷകളിൽ, വിവിധ കാര്യാദികളിൽ മനുഷ്യൻ വിളിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാം. എന്നാൽ ദൈവം അയച്ചിട്ട് പോയാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നിങ്ങളെ വിളിച്ചവൻ നിങ്ങളുടെ കൂടെ കടന്നു വരും. മനുഷ്യൻ വിളിച്ചിട്ടല്ല നിങ്ങൾ പോകേണ്ടത്, പകരം ദൈവത്താൽ അയക്കപ്പെട്ടിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. എന്നാൽ ദൈവം നിങ്ങളോട് കൂടെ കടന്നു വന്നാൽ അതൊരു ചുമ്മാ വിസിറ്റ് ആകത്തില്ല, അതൊരു ചരിത്രമായിരിക്കും. എന്താ വന്നേ? ചുമ്മാ വന്നതാ. ചുമ്മാ വന്ന് ചുമ്മാ പ്രസംഗിച്ച് ചുമ്മാ ശബ്ദമിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഒറ്റയ്ക്കല്ല വന്നത്, ചരിത്രം മെനയുന്നവൻ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഉള്ള ഒരു ജീവിതമല്ല, കർത്താവിൽ ചരിത്രം മെനയുന്നവനായി, ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഒരു ചരിത്രം മെനയുന്നവനായി ഈ തലമുറയിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതം വിലയേറിയതാണ്. പറഞ്ഞേ, നിങ്ങളുടെ ജീവിതം വിലയേറിയതാണ്. ചരിത്രത്തിലൂടെ നിങ്ങൾ വായിച്ചു വരുമ്പോൾ റവല്യൂഷൻ കൊണ്ടുവന്ന പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ കൊണ്ടുവന്ന അനേക വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. റഷ്യക്കാരോട് ചോദിച്ചാൽ അവർ പറയും ലെനിനിസം. സാർ ചക്രവർത്തിമാരെ തകർത്ത് മാറ്റിയിട്ട് ലെനിൻ പുതിയൊരു മാറ്റം കൊണ്ടുവന്നു. സ്തോത്രം. അമേരിക്കൻ ചരിത്രം നോക്കിയാൽ അവർ പറയും ജോർജ് വാഷിംഗ്ടൺ ഉൾപ്പെടെയുള്ളതായ സാമുവൽ ആഡംസ്. അത് മറ്റൊരാളുടെ പേരാണ്, സാമുവൽ ആഡംസ്. ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. അവരെല്ലാവരും വലിയ ടേണിംഗ് പോയിന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്കൻ ഐക്യനാടിന് ദൈവകൃപയാൽ കൊണ്ടുവന്നവരാണ്. സ്തോത്രം. ചരിത്രം മെനയുന്നതായ പുരുഷന്മാർ. സ്തോത്രം. സഞ്ചാര പാതയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതെ, സഞ്ചാരങ്ങളിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിൽ ഹെൻറി ഫോർഡ്. സ്തോത്രം. മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചതായ ഒരു വലിയ മനുഷ്യനായിരുന്നു. ഡിട്രോയിഡ് എന്ന അമേരിക്കൻ സംസ്ഥാനത്തിൽ മുഴുവൻ ഒരു കാർ, അതെ, പ്ലാന്റായി അല്ലെങ്കിൽ കാറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്തോത്രം കമ്പനിയായി ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഹെൻറി ഫോർഡ് ഒരു റവല്യൂഷൻ കൊണ്ടുവരികയുണ്ടായി. സ്തോത്രം. വീണ്ടും പറവാൻ തക്കവണ്ണം കഴിയും. ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചതോടെ സ്തോത്രം അതിന് സ്തോത്രം വ്യതിയാനമുണ്ടായി. വീണ്ടും നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. അതേ, സഞ്ചാരപാതയിൽ മനുഷ്യൻ നിലത്തുകൂടെ മാത്രമല്ല സഞ്ചരിക്കേണ്ടത്, വായുമാർഗത്തിൽ വേഗത്തിൽ എത്തുവാൻ തക്കവണ്ണം റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചു. മറ്റൊരു വ്യതിയാനം അവിടെ ഉണ്ടായി, മറ്റൊരു പരിവർത്തനം ഉണ്ടായി.
സ്തോത്രം. അതെ, ഇന്ത്യയിൽ അങ്ങനെയുള്ള വ്യതിയാനങ്ങൾ കൊണ്ടുവരുവാൻ തക്കവണ്ണം ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഹരിത വിപ്ലവം എന്ന് പറയുന്നതായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹരിത വിപ്ലവം, വൈറ്റ് റെവല്യൂഷൻ. ഹരിത വിപ്ലവം എന്ന് പറയുന്നതായ സ്തോത്രം, അതെ, റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു ക്രിസ്ത്യൻ നെയിമാണ്. ഐ എം സോ പ്രൗഡ് ടു പ്രൊനൗൺസ് ഹിസ് നെയിം. ഹരിത വിപ്ലവം ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ ഉള്ളതായ ഡയറി ഫാം, സ്തോത്രം, ഹരിത വിപ്ലവം കൊണ്ടുവന്നതായ വർഗീസ് കുര്യൻ എന്ന ഒരു സ്തോത്ര മനുഷ്യൻ ഹരിത വിപ്ലവം അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. വർഗീസ് കുര്യൻ. സോ വർഗീസ് കുര്യൻ ആകട്ടെ, ജെയിംസ് വാട്ട്, ഹെൻറി ഫോർഡ്, റൈറ്റ് ബ്രദേഴ്സ്, അതേ തുടങ്ങി ആ ലിസ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ അവർ മാറ്റങ്ങളെ, പോസിറ്റീവായ മാറ്റങ്ങളെ, നന്മയുടെ മാറ്റങ്ങളെ കൊണ്ടുവന്നു എങ്കിൽ ദൈവകൃപയാൽ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നിങ്ങൾ പോകുമ്പോൾ, ഒരു വീട്ടിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ, ഒരു ചർച്ച് നിങ്ങൾ ആയിരിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും സ്തോത്രം അതെ ചുമ്മാ വന്ന് പോകുന്നവരാകല്ല. ഈ സെഷനോടെ ദൈവത്തിന്റെ കൃപയാൽ ദൈവിക മാറ്റം, ദൈവത്തിന്റെ മാറ്റം കൊടുക്കുന്നവരായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ ജനം പറയട്ടെ, അവൻ സാധാ വ്യക്തി അല്ല, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അയക്കപ്പെട്ട മനുഷ്യൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഓ, അയക്കപ്പെട്ട മനുഷ്യൻ, അയക്കപ്പെട്ട മനുഷ്യൻ. ഇത് ആർക്കോ വേണ്ടിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഈ ദൂത് പറയുമ്പോൾ ഈ ദൂതിന്റെ പാക്കേജിനകത്ത് ഞാൻ എന്നെ തന്നെ കയറ്റി വെച്ച് പറയുന്നു. ചുമ്മാ ജീവിച്ചു പോകുന്ന ക്രമത്തിലല്ല, പകരം ദൈവത്താൽ അയക്കപ്പെട്ടവരായിരിക്കാൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. നമുക്ക് കളവാൻ സമയങ്ങളില്ല. ഒരു ദിവസം പോലും വേസ്റ്റ് അല്ല, ഒരാഴ്ച പോലും സ്തോത്രം ചുമ്മാ പോകുന്നതല്ല. പകരം ഈച്ച് ആൻഡ് എവരി സെക്കൻഡ് ദൈവത്തിന്റെ സന്നിധിയിൽ ഫ്രൂട്ട്ഫുൾ ആയി ഒരു കൈത്തീരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ എന്ന ക്രമത്തിൽ ഒറ്റയ്ക്കല്ല, പകരം ദൈവം കൂടെയുണ്ടെന്ന് നാട്ടുകാർ അനുഭവിക്കത്തക്ക ക്രമത്തിൽ, ജനം അനുഭവിക്കത്തക്ക ക്രമത്തിൽ there is a man sent by God. ദൈവത്താൽ അയക്കപ്പെട്ടതായ മനുഷ്യൻ, ദൈവത്താൽ അയക്കപ്പെട്ടതായ സ്ത്രീ. പഴയ നിയമം അവസാനിച്ചു. മലാക്കിയുടെ പഴയ നിയമം അവസാനിച്ചു. മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ 400 years അഥവാ 4 centuries, 4 നൂറ്റാണ്ട് നിശബ്ദമായി കടന്നു പോകുകയാണ്. 4 നൂറ്റാണ്ട് നിശബ്ദമായി കടന്നു പോകുമ്പോൾ ഇതാ സ്തോത്രം ധൂപം കാട്ടുന്നതായ, ധൂപം കാട്ടി ദൈവത്തിന്റെ സന്നിധിയിൽ സെഖര്യാവ് എന്ന പുരോഹിതൻ നിൽക്കുമ്പോൾ 400 സംവത്സരത്തിന്റെ നിശബ്ദതയെ തള്ളി മാറ്റിയിട്ട് ഗബ്രിയേൽ മാലാഖ ആ ദേവാലയത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ആ പുരോഹിതനാകുന്ന സെഖര്യാവിനോട് ദൂത് കൊടുക്കുവാൻ തക്കവണ്ണം 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൂതൻ ഇതാ ഇറങ്ങി വരികയാണ്. ദൂതൻ വന്ന് സംസാരിക്കുന്നു. ഇതാ 7 മാസം 2021 കഴിഞ്ഞു പോയി 8-ാം മാസം 1-ാം തീയതി നാം പ്രവേശിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ, ദൈവജനത്തിന്റെ നിശബ്ദത അവസാനിച്ചിരിക്കുന്നു. വാമൂടെ, മാസ്കിട്, സാനിറ്റൈസറിട് അടഞ്ഞിരിക്ക് ഭാവിശാലെ യേശുവിന്റെ നാമത്തിൽ. പകരം എന്റെ കർത്താവ് പറഞ്ഞു, he shall receive power and become my witnesses in Jerusalem, Judea, Samaria and uttermost part of the earth. നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമിലും ശമരിയയിലും, യെരൂശലേമിലെ യഹൂദിയിലും ശമരിയയിലും കർത്താവിന്റെ സാക്ഷികളാകും. നിന്നെ എന്നും വായ മൂടി കെട്ടാൻ ഒരിക്കലും കഴിയത്തില്ല. ദൈവസഭ എഴുന്നേൽക്കും, ദൈവത്തിന്റെ സഭ ശബ്ദിക്കും, ദൈവത്തിന്റെ സഭ സാക്ഷികളാകും, ദൈവസഭ സുവിശേഷം പ്രഖ്യാപിക്കും, ദൈവസഭ പ്രവചിക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ കൈവച്ച് രോഗികളെ സൗഖ്യമാക്കും, അവിടെ കുഷ്ഠരോഗികൾ ശുദ്ധരാകും, അവർ മരിച്ചവർ എഴുന്നേൽക്കും. അതെ, നിന്റെ നിശബ്ദത കഴിഞ്ഞു. ഇനിയും ദൈവജനം കൂടി വരും, ഇനിയും ഗ്രൗണ്ടുകൾ നിറയും, ഇനിയും സ്റ്റേഡിയംസ് നിറഞ്ഞു കവിയും, ഇനിയും കൂട്ടമാനസാന്തരം ഉണ്ടാകും, ഇനിയും കൂട്ട വിടുതലുകൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ ജനം അറിയട്ടെ, there is a man sent by God.
ദൈവത്താൽ അയക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ കൊണ്ട്. സ്തോത്രം. ആ ദേവാലയത്തിൽ ഇതാ ദൂതൻ ഇറങ്ങി വന്ന് യോഹന്നാനോട് ഈ പ്രകാരം പറയുകയാണ്, ഐ ആം ഗബ്രിയേൽ സെന്റ് ബൈ ഗാഡ്. ദൈവത്താൽ അയക്കപ്പെട്ട ദൂതനാകുന്ന ഗബ്രിയേൽ എന്ന്. സ്തോത്രം. അതെ, ഇതാ ദൈവത്തിന്റെ ദൂതൻ സ്തോത്രം സെഖര്യാവിനോട് സംസാരിക്കുന്നു. ദൈവത്താൽ അയക്കപ്പെട്ടതായ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്നാമതായി നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിക്കുന്നതായ പ്രത്യേകത എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 11 അധ്യായം, ലൂക്കോസ് സുവിശേഷം 1 അധ്യായം 11 മുതൽ സ്തോത്രം 13 വരെ നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് സ്തോത്രം ഇതാ ദൈവത്തിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭയപരവശനായി. 13 വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന് പേരിടണം. ജോൺ. യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന് പേരിടണം. അർത്ഥം യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം ഗ്രേഷ്യസ്, ദൈവം കൃപയുള്ളവൻ, ദൈവം കൃപയുള്ളവൻ, ദൈവം കൃപയുള്ളവൻ. അയക്കപ്പെട്ടവൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ, നിന്റെ കഴിവല്ല, നിന്റെ കുടുംബമല്ല, പകരം നിങ്ങളും ഞാനുമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവത്തിന്റെ കൃപയാലാണ്. എത്ര പേർ ആമേൻ പറയുന്നു? നാം ആയിരിക്കുന്നത് പണത്താലല്ല, വിദ്യാഭ്യാസത്താലല്ല, മറ്റെന്തോ കാര്യാദിയാലോ എക്സ്പീരിയൻസിനാലോ അല്ല, പകരം നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. സ്തോത്രം. ഇതാ ദൂതൻ ഇറങ്ങി വന്ന് സ്തോത്രം അതെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ തന്നെ സ്തോത്രം പ്രഖ്യാപിക്കുകയാണ്. അതെ, ഇതാ യോഹന്നാൻ എന്ന് അവന് പേരിടണം. നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ അത് ഓൾറെഡി തീരുമാനിച്ചിരിക്കുന്നു. പ്രീഡെസ്റ്റൈൻഡ് ആണ്. ദൈവത്തിന്റെ കൃപയാൽ ഓൾറെഡി തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ ഓൾറെഡി ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തിന്റെ തീരുമാനമാണ്. 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, വിശ്വാസിയാകുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചില്ല, നിങ്ങളുടെ ബന്ധുക്കൾ പ്രതീക്ഷിച്ചില്ല, നിങ്ങളുടെ മിത്രങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം പറയുന്നു, കുഞ്ഞേ, നീ ഒരു കോ ഇൻസിഡന്റ് അല്ല, നീ ഒരു ആക്സിഡന്റ് അല്ല, നീ ഒരു യാദൃച്ഛികം അല്ല. ലോക സ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതത്രേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. നേരത്തെ കൃപയാൽ പ്രഖ്യാപനമുണ്ടായി. ദൈവത്തിന്റെ കൃപയാൽ നിനക്കൊരു മകൻ ലഭിക്കുമെന്ന് വാഗ്ദത്തം ഇതാ ലഭിച്ചിരിക്കുകയാണ്. ആ കുടുംബം നോക്കണമേ, അത് സാധാരണ കുടുംബം അല്ല, പകരം അത് ശുശ്രൂഷ കുടുംബമാണ്. അതൊരു സാധാരണ കുടുംബമല്ല, അതൊരു നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഒരു അമേരിക്കൻ കുടുംബമെന്നോ ഓസ്ട്രേലിയൻ കുടുംബമെന്നോ അല്ല. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളതായ നിയോഗം, നിങ്ങൾ ഡോളർ കയ്യിൽ പിടിച്ചാലും, നിങ്ങൾ ദ്രഹാം കയ്യിൽ പിടിച്ചാലും, ഇന്ന് പകൽക്കാലം നിങ്ങളൊരു ശുശ്രൂഷ കുടുംബമാണ്. യേശുവിന്റെ നാമത്തിൽ അതൊരു ശുശ്രൂഷ കുടുംബമാണ്. പോരെങ്കിൽ അത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ടതായ ഒരു കുടുംബമാണ്. ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പൗരോഹിത്യ കുടുംബത്തിന് പ്രത്യേകതയുണ്ട്. ലേവ്യനെ നോക്കി ദൈവം പറഞ്ഞു, സകലരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്താം, സകലരെ എനിക്ക് വേണ്ടി വേർതിരിക്കാം. ഇതിൽ ഒന്നുപോലും ലോകത്തിനല്ല, സകലരെ എനിക്ക് വേണ്ടി, സകലരെ എനിക്ക് വേണ്ടി, ഒരിക്കൽ കൂടെ, സകലരെ എനിക്ക് വേണ്ടി ഞാൻ വേർതിരിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി ഒരു ടെലഗ്രാം ദൂത് പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ ചിലരുണ്ട്, അവർ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടില്ലയോ, ഐ വോണ്ട് കെയർ. അവർ അന്യഭാഷ പറയുന്നു, കൈയടിക്കുന്നു, ഐ വോണ്ട് കെയർ. അവർ ആദ്യ സ്നേഹത്തിലാണോ പിന്മാറ്റത്തിലാണോ, ഐ വോണ്ട് കെയർ. അവർ ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ, ഐ വോണ്ട് കെയർ. പക്ഷേ യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ നീ ഉള്ളത് നിമിത്തം, നീ പ്രാർത്ഥിക്കുന്ന നിമിത്തം, നീ വിശ്വസിക്കുന്ന നിമിത്തം, നിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിന്റെ മുഖത്തെ തകർക്കും. നിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിന്റെ മുഖത്തെ തകർത്തിട്ട് നിന്റെ കുടുംബത്തിലുള്ള ഒന്നുപോലും ലോകത്തിനല്ല, പകരം സകലരും സ്തോത്രം ദൈവത്തെ സേവിക്കും. നിന്റെ കുടുംബത്തിൽ ഒന്നുപോലും അതേ ലോകത്തിനല്ല. വിളിച്ചു പറ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കും. ഒരിക്കൽ കൂടെ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കും. മൂന്നാമത് ഒരിക്കൽ കൂടെ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കും.
ശരിക്കും നിന്നെ തൊട്ട കർത്താവ് അവരെയും തൊടുന്നു. നിന്നോട് സംസാരിച്ച ദൈവം അവരോട് സംസാരിക്കുന്നു. നിന്നെ വേർതിരിച്ച ദൈവം സൂപ്പർ നാച്ചുറലി അവരെയും വേർതിരിപ്പാൻ വേണ്ടി പോകുന്നു. ഈ ഓഗസ്റ്റ് മാസത്തോടെ, അതെ, ഈ ഓഗസ്റ്റ് മാസത്തോടെ ചെന്നായിയുടെ സ്വഭാവങ്ങൾ മാറി പലരും കുഞ്ഞാടുകളായി രൂപാന്തരപ്പെടുവാൻ പോകുന്നു. അകത്തത് വെളിപ്പെടുന്നു, പുറപ്പെട്ടത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അതേ ദൈവിക മാറ്റം ദൈവകൃപയാൽ സംഭവിക്കുന്നു. ദൂത് കേട്ട് പുള്ളി വീട്ടിൽ പോയി. സ്തോത്രം. പല വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ്, പല വർഷങ്ങളായി കാത്തിരിപ്പാണ്. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ദീർഘനാളുകളായി പലതിനു വേണ്ടി കാത്തിരിക്കുന്നു. ആത്മീയ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ കാത്തിരിക്കുന്നു. സങ്കീർത്തനം 25:3 പറയുന്നു, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ഓ, സന്തോഷം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നോക്കി പറഞ്ഞാട്ടെ, അത് എന്റെ കാര്യമാണ്. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. 40, 1, 2, 3 വാക്യങ്ങൾ. അതെ, സ്തോത്രം. അതെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി എന്നെ പാറമേൽ നിർത്തി. അർത്ഥം, നീ താണു പോകത്തില്ല, നീ കുഴഞ്ഞു പോകത്തില്ല, നീ മുങ്ങി പോകത്തില്ല. നീ നിൽക്കുന്നത് ക്രിസ്തു ആകുന്ന പാറമേലാണ്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും നഷ്ടപ്പെട്ട് ചിഹ്നമായി ഭിന്നമായി തകർന്നു കിടന്ന യോബിന് പറവാൻ ഒരു സാക്ഷ്യമുണ്ട്. 13:15. അവൻ എന്നെ കൊന്നാല്, ബാക്കി പറ, അവൻ എന്നെ കൊന്നാല് ഞാൻ അവനായി തന്നെ കാത്തിരിക്കുക. അതെ, കാത്തിരിക്കുന്നവരെ, കുഞ്ഞുങ്ങൾക്കായി, ഭാവിക്കായി, ജീവിതത്തിനായി, വിവാഹത്തിനായി, ശുശ്രൂഷകൾക്കായി ഒക്കെ കാത്തിരിക്കുന്നവരെ, ഐ ഗ്യാരണ്ടി യു, നിന്റെ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. സക്കറിയാവ് കാത്തിരുന്നു, എലിസബത്ത് കാത്തിരുന്നു. ലേവിയ കുടുംബമാണ്. ലേവിയ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് ഏക്കർ അല്ല തരുന്നത്, ഞാൻ നിനക്ക് ഹെക്ടർ അല്ല തരുന്നത്, ഞാൻ നിനക്ക് താഴ്വരയും കുന്നം പ്രദേശവുമല്ല തരുന്നത്. ഐ ഷാൽ ബി യുവർ പോർഷൻ, ഐ വിൽ ബി യുവർ പോർഷൻ. ഞാൻ നിന്റെ ഓഹരിയായിരിക്കും, ഞാൻ നിന്റെ ഓഹരിയായിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ കേൾക്കട്ടെ. ദൈവത്തിന് ശുശ്രൂഷിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നിന്റെ അപ്പനല്ല, നിന്റെ അമ്മായി അപ്പനല്ല, നിന്റെ ബോസ് അല്ല, നിന്റെ ഓഹരി പകരം സ്വർഗത്തിലെ ദൈവം. The Lord shall be your portion. ദൈവം നിന്റെ ഓഹരിയായിരിക്കും, ദൈവം നിന്റെ ഓഹരിയായിരിക്കും. ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ സേവിച്ച്, കർത്താവിനെ സ്നേഹിക്കുന്നവരല്ലേ സേവിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ സേവിച്ച് നിന്ന് സ്തോത്രം മറുപടി കിട്ടിയിട്ടും അവന്റെ സർവീസ്, അവന്റെ ശുശ്രൂഷ കുറഞ്ഞു പോയില്ല. അവൻ വീണ്ടും ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുകയാണ്, വീണ്ടും ധൂപം കാട്ടുകയാണ്, വീണ്ടും ശുശ്രൂഷിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ. മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിക്കളയരുത്, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, വിശ്വാസത്തിന്റെ പരിചയിൽ സുഷിരം വീഴരുത്. ഇൻ ജീസസ് നെയിം വീണ്ടും പ്രാർത്ഥിച്ചാട്ടെ, വീണ്ടും സ്തുതിച്ചാട്ടെ, വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അങ്ങനെയെങ്കിൽ ഒരു ദൂത എനിക്ക് പറയാനുണ്ട്. അധികം പ്രാർത്ഥന കുറയാതെ, വിശ്വാസം കുറയാതെ, പ്രതീക്ഷ കുറയാതെ കാത്തിരുന്നാൽ അധികം കാത്തിരിക്കുന്നവർക്ക് അധികം മഹത്വം കാണും. ഒരിക്കൽ കൂടെ, അധികം കാത്തിരിക്കുന്നവര് അധികം മഹത്വം കാണും. അധികം കാത്തിരിക്കുന്നവർക്ക് അധികം മഹത്വം. ചുറ്റുമിരിക്കുന്ന രണ്ടുപേരെ നോക്കി പറഞ്ഞാട്ടെ, അധികം മഹത്വം, അധികം മഹത്വം, അധികം മഹത്വം, അധികം മഹത്വം. കാത്തിരിക്കുന്നവരെ സ്തോത്രം, അധികം മഹത്വം. സക്കറിയാവും എലിസബത്തും ദൈവത്തിന്റെ സന്നിധിയിൽ വർഷങ്ങൾ കാത്തിരുന്നവരാണ്. വേദപുസ്തകം പറയുന്നു, ദൈവം അവരെ ഓർത്തു. ദൈവം സ്തോത്രം അബ്രഹാമിനെ ഓർത്ത പോലെ, ഹന്നയെ ഓർത്ത പോലെ, സ്തോത്രം അതെ പലരെ ദൈവം ഓർത്തു. നോഹയെ ദൈവം ഓർത്തതുപോലെ ഈ പ്രിയപ്പെട്ടവരെയും ദൈവം ഓർത്തു. മനുഷ്യർ നിന്നെ മറക്കുമ്പോൾ, ലോകം നിന്നെ മറക്കുമ്പോൾ, ഹലോ, മനുഷ്യർ നിന്നെ മറക്കുമ്പോൾ, ലോകം നിന്നെ മറക്കുമ്പോൾ, ദൈവം നിന്നെ ഓർക്കുന്നവനാണ്. ദൈവത്തിന് അൽഷിമസ് ഇല്ല, ദൈവത്തിന് ഓർമ്മക്കുറവില്ല. നിന്റെ പ്രാർത്ഥനയെ ദൈവം ഓർക്കുന്നു, നിന്റെ കാത്തിരിപ്പ് ദൈവം ഓർക്കുന്നു, നിന്റെ ഉപവാസത്തെ ദൈവം ഓർക്കുന്നു. ഇൻ ജീസസ് നെയിം predestined and declared. അത് ഓൾറെഡി തീരുമാനിച്ചതാണ്, പകരം ദൈവത്തിന്റെ കൃപയാൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. നിങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ സ്തോത്രം, അതെ, ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്പർ 2, രണ്ടാമതായി ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങൾ
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ പരിഹാസങ്ങൾ നിങ്ങൾ ജയിക്കുന്നവരാണ്. പരിഹാസങ്ങൾ നിങ്ങൾ ജയിക്കുന്നവരാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ എലിസബത്തിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നിൽക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ച് പാർത്തു. 5 മാസം അവർ ഒളിച്ച് പാർത്തു. സ്തോത്രം. ഈ വാക്യത്തിന്റെ ആക്ച്വൽ എക്സ്പ്ലനേഷൻ ബൈബിൾ മാത്രമല്ല, ജോസഫസിന്റെ കംപ്ലീറ്റ് വർക്ക് എന്ന പുസ്തകത്തെ നിങ്ങൾ വായിക്കുമ്പോൾ, why she was hiding herself for 5 months, എന്തുകൊണ്ടാണ് 5 മാസം അവർ ഒളിച്ച് പാർത്തത്? അവൾ ഗർഭിണിയായി. ആരാണ്? സ്തോത്രം. എലിസബത്ത് ഗർഭിണിയായി. എലിസബത്ത് പുരോഹിതന്റെ ഭാര്യയാണ്. ഒരിക്കൽ കൂടെ, എലിസബത്ത് ഗർഭിണിയായി. അവൾ പുരോഹിതന്റെ ഭാര്യയാണ്. 100 കണക്കിനല്ല, ചിലപ്പോൾ 1000 ഗർഭിണികളെ തന്റെ ശുശ്രൂഷ കാലയളവിൽ അവൾ കണ്ടിട്ടുണ്ട്. സ്തോത്രമടക്കം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്തോത്രം, ആ സ്ത്രീ ആകുന്ന എലിസബത്ത് മറ്റേ ഗർഭിണികളാകുന്ന സ്ത്രീകളെ കണ്ടപ്പോൾ, അതെ സ്തോത്രം, ആ ഗർഭം വളരുന്നതനുസരിച്ച് ആ കുഞ്ഞുങ്ങളുടെ ചലനം, വയറ്റിൽ കിടക്കുന്ന കുട്ടികളുടെ ചലനം, വയറ്റിൽ കിടക്കുന്ന കുട്ടികളുടെ ചലനം, വയറ്റിൽ കിടക്കുന്ന കുട്ടികളുടെ ചലനം, സ്തോത്രം, അതെ അവൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ജോസഫസ് പറയുന്നു, ബൈബിളിലല്ല, ജോസഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു, ഈ എലിസബത്തിന് വയറ് വീർക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ ചലനം ഇല്ല. സ്തോത്രം. വയറ് വീർക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ ചലനമില്ല. ചരിത്രകാരൻ ജോസഫസ് പറയുന്നു, ബൈബിളല്ല, സ്തോത്രം, മിക്കവാറും ഈ കുട്ടി ചാവുള്ള പോലെ നിർജീവാവസ്ഥയിലാണ് കിടന്നത്. നിർജീവാവസ്ഥയിലാണ് ഈ കുട്ടി കിടന്നത്. എന്റെ മുൻപിൽ വിലയേറിയ പല അമ്മമാരുണ്ട്. അവർക്കറിയാം സ്തോത്രം എന്താണ് ഞാൻ പറയുന്നത്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം സ്തോത്രം, ചലനമുണ്ട്, പക്ഷേ വാഗ്ദത്തമുണ്ട്, ലക്ഷണമുണ്ട്, ചലനമില്ല. വാഗ്ദത്തമുണ്ട്, ലക്ഷണമുണ്ട്, ചലനമില്ല. വാഗ്ദത്തമുണ്ട്, ലക്ഷണമുണ്ട്, ഒന്നും ചലിക്കുന്നില്ല. പലതും ചത്തുകിടക്കുന്നത് പോലെയാണ്. ആരോ ഇന്ന് പകൽ പറയുന്നു, എന്റെ വാഗ്ദത്തങ്ങൾ ചത്തുകിടക്കുന്നു. ആരോ പറയുന്നു, എന്റെ സാഹചര്യങ്ങൾ മോശമാണ്, പലതും ചത്തുകിടക്കുന്നു. സ്തോത്രം. അതെ, അതുകൊണ്ട് അവരെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ആ വിഷയത്തിൽ എന്റെ തല കുനിയും എന്ന് തോന്നുന്നു, കാരണം ചലനം ഇല്ല. ആ വിഷയത്തിൽ ഞാൻ ലജ്ജ ഭരിക്കുമെന്ന് തോന്നുന്നു, എനിക്ക് ചലനം ഇല്ല. സ്തോത്രം. മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ള സ്ത്രീകൾ എന്നെ സ്പർശിക്കുമ്പോൾ, മറ്റുള്ള സ്ത്രീകൾ ചോദിക്കുമ്പോൾ, ഇവിടെ ഇതാ ചലനമില്ലാത്തതാണ് ഞാൻ ചുമന്ന് നടക്കുന്നത്, ചലനമില്ലാത്തതാണ് ഞാൻ ചുമന്ന് നടക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ ഇൻട്രോവേർട്ടായി അവൾ സ്തോത്രം അതെ ഒളിച്ചു പാർത്തു. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ബന്ധുക്കളെ ഫേസ് ചെയ്യാതെ, പഴയ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാതെ, സാഹചര്യം മോശമാണ്, ലക്ഷണങ്ങൾ ഒന്നുമില്ല, സാഹചര്യങ്ങൾ മോശമാണ്, ലക്ഷണങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒളിച്ചു പാർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയ്യോ അവർക്കുണ്ട് എനിക്ക് ഇല്ല, അവർക്കുണ്ട് എനിക്ക് മറ്റേ വീട്ടിലുണ്ട് എനിക്കില്ല, എന്നെക്കാൾ മോശമായി ജീവിക്കുന്ന പലർക്കും പലതുമുണ്ട് എനിക്കില്ല, എന്നെ പോലെ പ്രാർത്ഥിക്കാത്തവരാണ്, എന്നെ പോലെ വിശ്വസിക്കാത്തവരാണ്, എന്നെ പോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തവരാണ്. പക്ഷേ എന്റെ അത്ര ക്വാളിറ്റി അവർക്കില്ല, എന്റെ അത്ര പ്രാർത്ഥന അവർക്കില്ല, വിശ്വാസം അവർക്കില്ല. മേ ബി നിങ്ങൾ പറയാതിരിക്കാൻ, അനൗൺസിംഗ് എനിക്കില്ല, മിനിസ്ട്രി അവർക്കില്ല, പക്ഷേ എനിക്കില്ലാത്തതായ പലത് അവർക്കുണ്ട് എന്ന് പറഞ്ഞ് ഇൻട്രോവേർട്ടായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒളിച്ചു പാർക്കുന്നു എങ്കിൽ നിന്റെ ചത്ത് കിടക്കുന്നതായ കാര്യങ്ങളെ ദൈവം ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ചത്ത് കിടക്കുന്ന സാഹചര്യങ്ങളെ ജീവിപ്പിച്ച് ദൈവമായ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നതിന് തൊട്ട് പറഞ്ഞാട്ടെ, ഇത് ജീവന്റെ ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് ജീവന്റെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ. നിനക്കുള്ളതിനെ കൊല്ലുവാൻ, നിന്റെ നന്മകളെ കൊല്ലുവാൻ സാത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ സാത്താൻ തോറ്റവനാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ കടന്നു വരുന്നതേ ഇല്ല. എന്നാൽ എന്റെ കർത്താവ് ഏത് വീട്ടിലാണോ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്, എന്റെ കർത്താവ് ഏത് വ്യക്തിയിലാണോ കടന്നു വരുന്നത്, അവിടെ ഒന്നിനും ചത്ത് കിടപ്പാൻ കഴിയത്തില്ല. അടുത്ത ക്രിസ്മസിനല്ല, ഈ 1-ാം തീയതി അത് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് തന്നെ ആയിരിക്കും.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഈ ഫെലോഷിപ്പ് നാം സ്തോത്രം അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ മനസ്സിലാക്കുക, ഫെലോഷിപ്പിലാണ്, കൂട്ടായ്മയിലാണ് ദൈവം ജീവൻ അയച്ച് നിന്നെ ജീവിപ്പിക്കുന്നത്. നീ ഒറ്റയ്ക്കിരുന്നാൽ നീ വീണ്ടും നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പോകും. നീ ഒറ്റയ്ക്കിരുന്നാൽ നീ കരിക്കട്ടയിൽ നിന്ന് കരിക്കട്ടയായി പോകും. എന്നാൽ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ നിന്റെ കരിക്കട്ടയുടെ അനുഭവം മാറി പകരം നീ ജ്വലിക്കുന്ന കനൽക്കട്ട ആയി തീരുവാൻ പോകുന്നു. സ്തോത്രം. അതെ, ഫെലോഷിപ്പ് നിന്നെ അണയ്ക്കുന്നതല്ല, ഫെലോഷിപ്പ് നിന്നെ ജ്വലിപ്പിക്കുന്നതാണ്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ആമേൻ പറയോ. അതെ, കൂട്ടായ്മയിലാണ് നീ തീ പിടിക്കുന്നത്, കൂട്ടായ്മയിലാണ് നീ കത്തി തുടങ്ങുന്നത്. കൂട്ടായ്മ നിന്നെ പൊളിക്കുന്നതല്ല, പകരം കൂട്ടായ്മ നിന്നെ പണിയുന്നതാണ്. എവളത് ഇൻട്രോവേർട്ടായി വാഗ്ദത്തം ലഭിച്ചവളാണ്, വാഗ്ദത്തം ചുമന്നവളാണ്. സ്തോത്രം. വാഗ്ദത്തം ചുമക്കുന്നവളാണ്. അകത്ത് വാഗ്ദത്തമുണ്ട്. അനേക ദൈവമക്കൾ പറയും അകത്തെനിക്ക് വാഗ്ദത്തമുണ്ട്, പക്ഷേ യാതൊരു ചലനങ്ങളുമില്ല. വാഗ്ദത്തമുണ്ട്, ചലനം ഇല്ല. വാഗ്ദത്തമുണ്ട്, ചലനമില്ല എന്ന് പറഞ്ഞ് എഫ്രയീം മലനാട്ടിൽ ഇന്നും ആ വീട്ടിൽ നിങ്ങൾ യെരൂശലേമിന് അടുത്ത് പോയാൽ സെഖരിയാവിന്റെ വീട്, യോഹന്നാൻ ജനിച്ച വീട്, അത് മലനാട് തന്നെയാണ്. 1.5 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്കിവിടെ എത്തുവാൻ കഴിയത്തുള്ളൂ. നല്ലൊരു കുന്നാണ്. സ്തോത്രം. അത് ആ മലനാട് 2021 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അത് മലനാടെങ്കിൽ 2021 വർഷം മുമ്പ് യൗവണ്ണമുള്ളതായ മലനാടാണ്. അവിടെ ജനസാന്ദ്രതയില്ല, ബന്ധുക്കളില്ല, ആരും കാണാൻ വരത്തില്ല. എനിക്ക് വിസിറ്റേഴ്സ് വേണ്ടെന്നേ, എന്നെ ആരും വിളിക്കണ്ടെന്നേ, എനിക്ക് ആരോട് സംസാരിക്കാൻ കഴിയത്തില്ലെന്നേ, കാരണം എന്റെ സാഹചര്യം മോശമാണ്, എന്റെ സാഹചര്യം മോശമാണെന്ന് പറഞ്ഞ് അവൾ ഇൻട്രോവേർട്ടായി ജീവിക്കുകയാണ്. ഇന്ന് പകൽക്കാലം റൂമിനകത്ത് അടച്ചിരിക്കുന്നവരെ, പുറത്തിറങ്ങാത്തവരെ, മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാത്തവരെ, അയ്യോ എനിക്ക് മാത്രം ശൂന്യത, എനിക്ക് മാത്രം ദുഃഖം, എനിക്ക് മാത്രം ഈ പെയിൻ, എനിക്ക് മാത്രം ഈ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നവരെ, യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം നിന്നെ പുറത്തെടുക്കുന്നതായ പകലാണിത്. ദൈവത്താൽ അയക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണ് എങ്കിൽ നിന്റെ അവസ്ഥ മാറുവാൻ വേണ്ടി പോകുന്നു. നീ മോക്കറിയെ പറഞ്ഞ്, മോക്കറിയെ ഭയന്ന്, ഒരിക്കൽ കൂടെ, നീ മോക്കറിയെ ഭയന്ന് നീ ഒളിച്ചു പാർക്കുന്നു എങ്കിൽ, ഓ ഇന്നത്തെ പ്രൊഫറ്റിക് ദൂതനാണ്, യുവർ മോക്കറി ഈസ് ഗോയിങ് ടു ടേൺ ഇൻടു വിക്ടറി. ഓ നിന്റെ പരിഹാസം അതെ ആഘോഷമായി തീരുവാൻ പോകുന്നു. യുവർ മോക്കറി ഈസ് ഗോയിങ് ടു ടേൺ ഇൻടു വിക്ടറി. ഓ നിന്റെ പരിഹാസം പ്രതിഫലമാകുവാൻ പോകുന്നു. നിന്റെ പരിഹാസം പ്രതിഫലമാകുവാൻ പോകുന്നു. എത്ര പേർ ആമേൻ പറയുന്നു? ഹേ, നിന്റെ പരിഹാസം, അവനെ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ കേൾക്കെ നിന്നെ പരിഹസിച്ചവർ, നിന്നെ കേൾക്കാതെ പരിഹസിച്ചവർ, അവരുടെ മുൻപിൽ തന്നെ എന്റെ ഒരിക്കൽ കൂടെ അവരുടെ മുൻപിൽ തന്നെ ദൈവമായ കർത്താവ് ഒരു സെലിബ്രേഷൻ, ഒരു പ്രതിഫലം നിനക്ക് നൽകുവാൻ പോകുന്നു. ഓ നിന്റെ പിൻപിൽ നിനക്കെതിരെ സംസാരിച്ചവർ, നിന്റെ പിൻപിൽ നിനക്കെതിരെ സംസാരിച്ചു എങ്കിൽ, നിനക്ക് പിൻപിൽ സംസാരിച്ചവരുടെ മുൻപിൽ ദൈവത്തിന്റെ ആഘോഷത്തെ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുന്നു. ചത്തത് സകലതും ജീവൻ പ്രാപിക്കട്ടെ. 5 മാസം അവൾ ഒളിച്ചു പാർത്തു, ലക്ഷണമില്ല. വാഗ്ദത്തം കേട്ടതാണ്, മേ ബി ദൂത് തെറ്റിയതാണോ, പ്രവാചകന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണോ, സ്തോത്രം, അതെ ലക്ഷണമില്ല, ചത്ത് കിടക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ ഫെലോഷിപ്പ് ഉണ്ടല്ലോ, ഈ ഫെലോഷിപ്പ് ചത്തതും ചാവാൻ പോകുന്ന സകലതിനെ ജീവിപ്പിക്കുന്നതാണ് കൂട്ടായ്മ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഫെലോഷിപ്പ് വരുന്നു, ഇതാ കൂട്ടായ്മ വരുന്നുണ്ട്. കുഴിച്ചു മൂടുന്നതിന്റെ പേരല്ല കൂട്ടായ്മ, ചത്തതൻ ചാകാൻ പോകുന്നതിനെ ജീവിപ്പിക്കുന്നതാണ് കൂട്ടായ്മ. ഓ ഹല്ലേലൂയ. ക്രൈസ്റ്റ് സെന്റർ കേൾക്ക്, കുഴിച്ചു മൂടുന്നതല്ല കൂട്ടായ്മ, ചത്തതും ചാകാൻ പോകുന്നതിനെ ജീവിപ്പിക്കുന്നതാണ് കൂട്ടായ്മ. കൂട്ടായ്മ വരികയാണ്. കഴുതപ്പുറത്ത് കൂട്ടായ്മ വരികയാണ്. 150 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കൂട്ടായ്മ വരികയാണ്. 150 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അല്പോടെ കടത്തി പറഞ്ഞ റിസ്ക് എടുത്ത് കൂട്ടായ്മ വരികയാണ്. കാരണം ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഒരേ തൂവൽ പക്ഷികൾക്ക് ഒരുമിച്ച് പറക്കുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, ഒരേ തൂവൽ പക്ഷികൾക്ക് ഒരുമിച്ച് പറക്കാൻ കഴിയത്തുള്ളൂ. Tell me about your friend. I can tell you who you are. നിന്റെ സ്നേഹിതർ ആരെന്ന് പറ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. നിന്റെ സ്നേഹിതർ
ഗർഭിണിയാണെങ്കിൽ, എലിസബത്തെ നിന്റെ സ്നേഹിതർ ഗർഭിണിയാണെങ്കിൽ നിനക്ക് മിക്കവാറും നീയും ഗർഭിണി ആകാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സാക്ട്ലി അതാണ് സംഭവിച്ചത്. ഗർഭിണിയാകുന്നതായ എലിസബത്തിനെ കാണുവാൻ മറ്റൊരു ഗർഭിണിയെ ദൈവമായ കർത്താവ് അയക്കുകയാണ്. നിന്നെ അറിയുന്നവരാണ് നിന്റെ യഥാർത്ഥ സ്നേഹിതർ. നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരല്ല നിന്റെ സ്നേഹിതർ. നിനക്കെതിരെ സ്കാൻഡലൈസ് ചെയ്യുന്നവരല്ല സ്നേഹിതർ. നിനക്കെതിരെ കഥ എഴുതുന്നവരല്ല സ്നേഹിതർ. എല്ലാവരും പോയി പോ. ആശീർവാദം പറയട്ടോ. ഹലോ, നിനക്കെതിരെ കൂടെ നിന്ന് നിന്റെ പിൻപിൽ മറ്റൊന്ന് പറഞ്ഞിട്ട് മുന്നിൽ നിന്ന് ഹലോ പ്രൈസ് ലോർഡ് എന്ന് കുഴയുന്നവരല്ല നിന്റെ സ്നേഹിതർ. അതെല്ലാം ഒസാമ ബിൻ ലാദന്റെ കൊച്ചുമക്കളാണ്. എന്നാൽ കൂട്ടായ്മ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നിന്നെ മനസ്സിലാക്കുന്നവരാണ് നിന്റെ സ്നേഹിതർ. നിന്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നവർ, നിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവർ, നിന്നെ കെയർ ചെയ്യുന്നവർ, നിന്റെ അനുഭവത്തെ നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നവരല്ല നിന്റെ സ്നേഹിതർ. നിന്റെ അവസ്ഥ ഇന്നതെന്ന് മനസ്സിലാക്കുന്നവരാണ് നിന്റെ സ്നേഹിതർ. മറിയ റിസ്ക് എടുത്ത് വരികയാണ്. അവൾ വന്നത് ഡബിൾ ട്രിപ്പിൾ ഷോക്ക് അബ്സർവർ ഉള്ള റോൾസ് റോയ്സിലല്ല അവൾ വന്നത്. ഷേക്ക് ആകാതെ എൻ്റെ ബേബി, എൻ്റെ ഹെവൻലി ബേബി. സ്തോത്രം. മറിയ പറയും ഹെവൻലി ബേബി, ഹി ഈസ് നോട്ട് എ നാച്ചുറൽ ബേബി. ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ടായത് പുരുഷനെ അറിഞ്ഞ് നാച്ചുറൽ ബേബിയാണ്. ഞാൻ പുരുഷനെ അറിയാതെ എനിക്കുണ്ടായത് ഹെവൻലി ബേബിയാണ്, സ്വർഗീയ കുഞ്ഞാണ്. പക്ഷെ അവൾ പറഞ്ഞ അല്പം റിസ്ക് എടുക്കാം എന്ന് കേൾക്കാതെ ഞാൻ പറയട്ടെ. സ്തോത്രം. നിനക്ക് ഉള്ളിൽ അല്പമെങ്കിലും തരുമ്പ് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നീ എന്ന് പറയോ എന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഉള്ളിൽ അല്പമെങ്കിലും തരുമ്പ് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നീ ദൈവപൈതൽ എന്ന് പറയുന്നെങ്കിൽ നീ റിസ്ക് എടുത്തായാലും ആരെയും ഒന്ന് സഹായിച്ചേ പറ്റത്തുള്ളൂ. നീ അല്പമെങ്കിലും റിസ്ക് എടുത്തായാലും നീ ഞാൻ ചോദിക്കട്ടെ, 7 മാസം കഴിഞ്ഞ 7 മാസം എത്ര എണ്ണത്തിന് പാര വെച്ചു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. എത്ര എണ്ണത്തിന്റെ കണ്ണുനീർ തുടച്ചു? എത്ര പേരെ വിമർശിച്ചു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. എത്ര പേരെ തൂക്കി കൊന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. എത്ര പേർക്ക് നീ ആരാച്ചാർ എക്സിക്യൂട്ടർ ആയി എന്നല്ല ഞാൻ ചോദിക്കുന്നത്. എത്ര പേരെ കണ്ണുനീർ തുടച്ചു? എത്ര പേരെ ആശ്വസിപ്പിച്ചു? എത്ര പേരെ ബലപ്പെടുത്തി? എത്രത്തോളം ദൈവകൃപയിൽ എത്ര പേരെ പണിതു? അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, നമ്മളോടാണ് ചോദ്യം. പെട്ടെന്ന് പറ, നമ്മളോടാണ് ചോദ്യം. അമേരിക്കയിലിരിക്കുന്ന മറ്റേ ബൈഡനോടല്ല ഞാൻ ചോദിച്ചത്, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. സ്തോത്രം. അതെ, നിന്റെ ഉള്ളിൽ അല്പമെങ്കിലും തരുമ്പോ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, അകത്ത് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവൾ പറയും സ്തോത്രം, റിസ്ക് എടുത്ത് ഞാനിതാ വരികയാണ്. കരുത ചാടി തുള്ളി വരുമ്പോൾ എൻ്റെ ഹെവൻലി ബേബി ചലിക്കും. അല്പം റിസ്ക് ആണ്, സാരമില്ല. എൻ്റെ കംഫർട്ട് അല്ല എനിക്ക് വേണ്ടിയത്. എൻ്റെ പദവി, എൻ്റെ പൊസിഷൻ, എൻ്റെ കംഫർട്ട് അല്ല. ഇതാ സ്തോത്രം. അവിടെ വേറൊരു വ്യക്തി ആവശ്യത്തിലിരിക്കുന്നു. അവർക്ക് ആവശ്യമല്ല, അവൾക്ക് അത്യാവശ്യമാണ്. കാരണം നാട്ടുകാരുടെ മുൻപിൽ അവൾ ഇറങ്ങാതെ തലയിലൂടെ മുണ്ടുമിട്ട് ഇൻട്രോവേർട്ടായി അവൾ അകത്തിരിക്കുന്ന പുറത്തിറങ്ങാതെ അകത്തിരിക്കുന്ന ആരോടാ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്? ജോലിക്ക് പോകാതെ പുറത്തിറങ്ങാതെ, നാട്ടുകാരെ കാണാതെ പുറത്തിറങ്ങാതെ അകത്തിരിക്കുന്ന പലതിനെ അതിന്റെ ജയിലിനെ പൊളിച്ച് അതിനെ പുറത്തെടുക്കാൻ, അകത്ത് ഡിപ്രഷൻ പിടിച്ചിരിക്കുന്ന പലതിനെ ജയിലിനെ പറിച്ച് പുറത്തെടുക്കാൻ യേശുവിന്റെ നാമത്തിൽ ദൈവം തന്നെ ഉപയോഗിപ്പാൻ പോകുകയാണ്. ഈ മണിക്കൂറിൽ കഴിഞ്ഞ 1.5 വർഷമായി അകത്ത് സ്തോത്രമതെ നിരാശ പിടിച്ച് ഈ ദിവസങ്ങളിരിക്കുന്ന പലതിനെ പുറത്തെടുക്കാൻ ദൈവത്തിന്റെ അഭിഷേകം ചിലതിന്റെ മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. മറിയ ഇതാ കടന്നു വരികയാണ്. മറിയ കടന്നു വന്ന് സ്തോത്രം വാതുക്കൾ തട്ടിക്കാണ്. അപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് സ്തോത്രമാർ തമ്മിൽ, പുരുഷന്മാർ തമ്മിൽ കാണുമ്പോൾ പുരുഷന്മാരും സ്ത്രീകൾ തമ്മിൽ കാണുമ്പോൾ സ്ത്രീകൾക്കും വന്ദനം ചെയ്യുന്നതായ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം ദുബായിലോ ഖത്തറിലോ സൗദി അറേബ്യയിലോ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നതായ സമയത്ത് എയർപോർട്ടിലൊക്കെ നിങ്ങൾ ഇറങ്ങുമ്പോൾ അതേ മറ്റൊരാളിനെ കാണുമ്പോൾ ആവേശത്തോടെ അവർ പെട്ടെന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് രണ്ട് ചെള്ളയുമായി റൈറ്റ് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് റൈറ്റ് അവരിങ്ങനെ സ്തോത്രം വന്ദനം ചെയ്യുക. യെസ്, അതാണ് അവിടെ ആചാരം. അല്ലാതെ സ്തോത്രം ഒരാളിനെ കണ്ടിട്ട് ഹായ് ബായ് എന്ന് പറഞ്ഞ് ഓടുന്ന മലയാളി സ്വഭാവമല്ല. അവർക്ക് കുറച്ചുകൂടെ സ്തോത്രം ഹൃദയവിശാലത ഉള്ളത് കൊണ്ട്, ശരീരവിശാലതയല്ല ഹൃദയവിശാലത ഉള്ളത് കൊണ്ട് അവർ രണ്ട് കവിളുകൾ തമ്മിൽ ചേർത്ത് രണ്ട് പുരുഷന്മാർ തമ്മിൽ, രണ്ട് സ്ത്രീകൾ തമ്മിൽ അവർ വന്ദനം ചെയ്യുക. ഇവിടെ ഇതാ സ്തോത്രം ഗർഭിണി കൂട്ടായ്മ നടക്കുകയാണ്. ഒരു സീനിയർ ഗർഭിണിയും ഒരു ജൂനിയർ ഗർഭിണിയും. സ്തോത്രം ഒരുവളുടെ വാഗ്ദത്തം ചത്ത് കിടക്കുകയാണ്. ഒരു ലക്ഷണമില്ല, ചത്ത് കിടക്കുകയാണ്. ഒരുവളുടെ വാഗ്ദത്തം ചത്ത് കിടക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലിസൺ ടു ബി
carefully. ഒരാളിന്റെ വാഗ്ദത്തം ചത്തുകിടക്കുന്നെങ്കിൽ മറ്റേയാളിന്റെ വാഗ്ദത്തം പുനരുദ്ധാനവും ജീവനുമാണ്. ഒരാളുടെ വാഗ്ദത്തം ചത്തുകിടക്കുന്നെങ്കിൽ മറ്റേയാളുടെ വാഗ്ദത്തം പുനരുദ്ധാനവും ജീവനുമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയുക, എൻ്റെ അകത്ത് ഒരുവൻ ഉണ്ട്, അവൻ പുനരുദ്ധാനവും ജീവനും ആണ്. എൻ്റെ അകത്ത് ഒരുവനുണ്ട്, അവൻ പുനരുദ്ധാനവും ജീവനും ആണ്. അവൾ ആ വീട്ടിൽ പോയി തട്ടി വിളിക്കുമ്പോൾ എലിസബത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു വന്ന് 5 മാസമായി ഒരനക്കവുമില്ല, ഇതാ ചലനമില്ല എന്ന് പറഞ്ഞ് അവൾ ഇതാ സ്തോത്രം അതെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇത് ചത്തുപോയി, ഒരു ചലനവും കാണുന്നില്ല, ഒരു സാഹചര്യവും ഇല്ല എന്നുള്ള വേദ പുസ്തകം പറയുന്നു. മറിയയുടെ വന്ദന സ്വരം ശലോം എന്ന് അവളുടെ ചെവിയിൽ വീണപ്പോൾ, മറിയയുടെ വന്ദന സ്വരം വീണപ്പോൾ, അവളുടെ വന്ദന സ്വരം വീണപ്പോൾ, കാരണം അവർ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് കേക്ക്, അവർ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അവർ ഗ്രീറ്റ് ചെയ്യുമ്പോൾ, അവർ വന്ദനം ചെയ്യുമ്പോൾ അവരുടെ കവിളുകൾ തമ്മിൽ സ്പർശിക്കുന്നതിന് മുൻപ് അവരുടെ വയറുകൾ തമ്മിൽ സ്പർശിക്കേണ്ട സാധ്യത ഒത്തിരി വലുതാണ്. കമാൻ സ്തോത്രം. അവിടെ കവിളുകൾ സ്പർശിച്ച് ഷലോം എന്ന് പറയുന്നതിന് മുൻപ് അവിടെ വയറുകൾ സ്പർശിച്ചപ്പോൾ എലിസബത്ത് പറയും, ഇത് പണ്ടേ ചത്തതാണ്, നിനക്ക് ചത്തതാണെങ്കിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പുനരുദ്ധാനവും ജീവനമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഉള്ളിൽ ചത്തതാണെങ്കിൽ മറിയ പറയും, എന്റെ ഉള്ളിൽ കിടക്കുന്നത് പുനരുദ്ധാനവും ജീവനുമാണ്. ഇന്ന് പകൽക്കാലം ഓഗസ്റ്റ് മാസം 1-ാം തീയതി 2021 പരിശുദ്ധാത്മാവാം ദൈവം ചത്തതിനെ സകലതിനെ ജീവിപ്പിക്കുന്ന കമാൻ 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 2 കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ചത്തത് മുഴുവൻ ജീവിക്കട്ടെ. 2 കരങ്ങളെ അടിച്ചു ആർപ്പിട്ടെ. ചത്ത ദർശനങ്ങള്, ചത്ത സ്വപ്നങ്ങള്, ചത്ത ആഗ്രഹങ്ങള് യേശുവിന്റെ നാമത്തില് ഈ പകൽക്കാലം ജീവിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആ കുഞ്ഞ് അതായത് യോഹന്നാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് അത് ചരിച്ചു. മീനിങ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. യെശയ്യാവ് അങ്ങനെയാണ് പറയുന്നത്, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ ആ കുട്ടി നിറയപ്പെട്ടു. ഹലോ, അതാണ് ദൈവത്തിന്റെ പരിപാടി എന്ന് പഴയ നിയമത്തിലെ അവസാന കണ്ണിയെ ഒരിക്കൽ കൂടെ പഴയ നിയമത്തിലെ അവസാനത്തെ കണ്ണിയെ പുറത്തിറങ്ങി ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടി LKG ക്ലാസ്സിൽ ഇരിക്കുന്ന പ്രായത്തിലല്ല ദൈവം ആത്മാവിൽ നിറച്ചത്. പഴയ നിയമത്തിന്റെ അവസാനത്തെ കണ്ണിയെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ആത്മാവിൽ ദൈവം നിറച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം പുറത്തിറങ്ങി ഓടിക്കളിക്കുന്ന നിന്റെ വീട്ടിലുള്ള സകല കുട്ടികളും കാർട്ടൂൺ നെറ്റ്വർക്ക് അല്ല, കോമഡി ഷോ അല്ല, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ നിന്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടട്ടെ. In the last days I will pour upon my spirit. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. യോബേൽ 2:28, അപ്പോസ്തല പ്രവൃത്തി 2:17. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവം തന്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒരിക്കൽ കൂടെ, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിന്റെ മക്കൾ ചുരിദാർ ഫാഷനിലും ജീൻസിന്റെ ഫാഷനിലും അല്ല വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നത്. നിന്റെ മക്കൾ സ്തോത്രം അതേ മദ്യത്തിനും മയക്കുമരുന്നിന്റെ കീഴിലായി പോകാൻ പോകുന്നത്. പകരം യേശുവിന്റെ നാമത്തിൽ ഈ തലമുറ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നിറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് എഞ്ചിനീയർ ജനറേഷനോ ഇത് ഡോക്ടർ ജനറേഷനോ അല്ല. പകരം ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഹോളി സ്പിരിറ്റ് ജനറേഷൻ. This is going to be the Holy Spirit generation. This is going to be the Holy Spirit generation. ഇത് പരിശുദ്ധാത്മാവിന്റെ തലമുറ. വിശ്വസിക്കുന്നവർ വായ്കളെ തുറന്ന് ആരാധിച്ചേ. ഇത് പരിശുദ്ധാത്മാവിന്റെ തലമുറ. ഇത് പരിശുദ്ധാത്മാവിന്റെ തലമുറ. ഗർഭത്തിൽ കിടന്നപ്പോഴേ ആ കുഞ്ഞ് ചലിച്ചു തുടങ്ങി. തുടർന്ന് എന്താ സംഭവിച്ചത്? അവൾ ഒളിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് അവൾ പുറത്തിറങ്ങി കാണും. അവൾ പറയും, നിനക്ക് ചലനമുണ്ടോ? എനിക്കും ചലനമുണ്ട്. സ്തോത്രം. നിനക്ക് ജീവനുണ്ടോ? എന്റെ ഉള്ളിലും ജീവനുണ്ട്. അർത്ഥം, നീ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയെങ്കിൽ സകല പരിഹാസങ്ങളെ നിങ്ങൾ ജയിക്കുന്നവരായിരിക്കുക. സകല പരിഹാസങ്ങളെ, സകല നിന്ദകളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ജയിക്കുന്നവർ ആയിരിക്കും. ഹല്ലേലൂയ. ഒരു ജനനം നിന്റെ മുൻപിൽ നടക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ശത്രു നിനക്കെതിരെ പരിഹാസം ഉന്നയിക്കുന്നത്. പരിഹസിക്കപ്പെട്ടിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചോടെ.
ഹല്ലേലൂയ. പരിഹസിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്ക്, ജനിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന് അഥവാ ഉണ്ടായിട്ടില്ലാത്ത എന്തോ ഒന്ന് നിന്റെ ജീവിതത്തിൽ നീ കാണുവാൻ പോകുന്നു, നീ എടുക്കുവാൻ പോകുന്നു, നീ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ, നീ കാണുവാൻ പോകുന്നു, നീ അത് എടുപ്പാൻ പോകുന്നു, നീ അത് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നിനക്കെതിരെ സംസാരിക്കുന്നതായ ഹാഗർ ഉണ്ടായിരിക്കും, നിന്നെ ശല്യപ്പെടുത്തുന്ന ഇസ്മായേൽ ഉണ്ടായിരിക്കും, നിനക്കെതിരെ വിദ്വേഷം പറയുന്നതായ പെനീന ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, പെനീന എന്തിയേ, ഹാഗർ എന്തിയേ, ഇസ്മായേൽ എന്തിയേ, വാഗ്ദത്തം നിലനിൽക്കുന്നു എങ്കിൽ നീയും ദൈവകൃപയിൽ നിലനിൽപ്പാൻ പോകുന്നു. അതുകൊണ്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയെങ്കിൽ നിന്റെ മോക്കറി ഈസ് ഗോയിങ് ടു ടേൺ ഇൻടു വിക്ടറി. നിന്റെ സ്തോത്രം, അതേ പരിഹാസം, അത് ജയാഘോഷം ആകാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ജയാഘോഷം, ജയാഘോഷം, ജയാഘോഷം യേശുവിന്റെ നാമത്തിൽ, ജയാഘോഷം. ഈ പരിഹാസത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. കാരണം എന്റെ ബൈബിൾ പറയുന്നു, പ്രോബ്ലംസിന് അകത്ത് താമസിച്ചതല്ല സ്തോത്രം ദൈവവചനത്തിന്റെ ചരിത്രം. സ്തോത്രം, യോസെഫിന് ജയിലുണ്ടായിരുന്നു, പക്ഷേ അവന് അവിടെ കണ്ടിന്യൂ ചെയ്തില്ല. അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന്, സ്തോത്രം, അതെ, മോശ മരുഭൂമിയിലായിരുന്നു, അവൻ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നു. ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്നു, അവൻ അതിൽ നിന്ന് പുറത്തു വന്നു. പൗലോസ് കൊടുങ്കാറ്റിലായിരുന്നു, അവൻ അതിൽ നിന്ന് പുറത്തു വന്നു. യേശു കർത്താവ് കല്ലറയിലായിരുന്നു, അവൻ അതിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ നിന്ദയിൽ നിന്ന്, ഈ അപമാനത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നീയും പുറത്തു വരുവാൻ പോകുന്നു. ഈ നിന്ദയിൽ നിന്ന്, ഈ അപമാനത്തിൽ നിന്ന് നീയും പുറത്തു വരുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യൻ ഓൾറെഡി പ്രീഡെസ്റ്റിൻഡ് ആണ്. രണ്ട് മോക്കറിയെ അവൻ വിക്ടറിയായി സ്തോത്രം, അതെ, മോക്കറിയെ വിക്ടറിയാക്കുന്നവനാണ്, പരിഹാസത്തെ പ്രതിഫലമാക്കുന്നവനാണ്. നമ്പർ 3, അവന്റെ ലൈഫ് സ്റ്റൈൽ നോക്ക്. അവൻ മറ്റുള്ളവരെ പോലെയല്ല. സ്തോത്രം, മത്തായി സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, മത്തായി 3:4 വേദപുസ്തകം പറയുന്നു, യോഹന്നാന്റെ ഡ്രസ്സിംഗ്, യോഹന്നാന്റെ ആഹാരം, യോഹന്നാന്റെ ഡ്രസ്, യോഹന്നാന്റെ ആഹാരം മറ്റൊരു വ്യക്തിയെ പോലെ അല്ല. യോഹന്നാന്റെ ഡ്രസ്സിംഗ്, യോഹന്നാന്റെ ആഹാരം മറ്റൊരു വ്യക്തിയെ പോലെ അല്ല. സ്തോത്രം, നോക്കേ, യോഹന്നാൻ മത്തായി സുവിശേഷം 3:4 വായിക്കുമ്പോൾ, യോഹന്നാന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. യോഹന്നാന് ഒട്ടക രോമം പോലെയുള്ള ഉടുപ്പും അവന്റെ അരയിൽ തോൾവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. അവന്റെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ്, അവന്റെ ജീവിത ശൈലി വ്യത്യസ്തമാണ്. എത്ര പേർക്ക് മനസ്സിലായി? അവന്റെ ജീവിത ശൈലി വ്യത്യസ്തമാണ്. മനസ്സിലാക്ക്, ഞാൻ പറയുന്നത് സാധാ ഗ്രൗണ്ട് ലെവൽ ആത്മീയ ജീവിതമല്ല. ഞാൻ പറയുന്നത് ഞായറാഴ്ച മാത്രം പറയുന്ന 2 അന്യഭാഷയുടെ പരിപാടിയല്ല. ഞാൻ പറയുന്നത് ഏതോ തിങ്കൾ മുതൽ ശനി വരെ പാതാള കുഴിയിൽ കിടന്നിട്ട് ഞായറാഴ്ച മാത്രം പൊങ്ങി വരുന്ന അന്തർവാഹിനി ക്രിസ്ത്യാനിയുടെ കാര്യം അല്ല. ഞാൻ പറയുന്നത് one who is really walking with God and talking with God. ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം മാറ്റത്തെ കൊണ്ടുവരുന്ന, ദൈവത്തിന്റെ കൃപയാൽ റവല്യൂഷൻ കൊണ്ടുവരുന്ന, ദൈവത്തിന്റെ കൃപയാൽ മാറ്റത്തെ കൊണ്ടുവരുന്ന ഒരു ദൈവദാസനെ കുറിച്ചാണ്. അവന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്തോത്രം പെന്തിക്കോസ് ലൈഫ് സ്റ്റൈൽ അല്ല, കത്തോലിക്ക ലൈഫ് സ്റ്റൈൽ അല്ല. അവന്റെ ലൈഫ് സ്റ്റൈൽ അവന്റെ കോളിംഗ് അനുസരിച്ചായിരിക്കും, നിന്റെ വിളി അനുസരിച്ചായിരിക്കും നിന്റെ ജീവിത ശൈലി. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മുടെ വിളി നിലവിളിയാകല്ല. പെട്ടെന്ന് പറഞ്ഞേ, നമ്മുടെ വിളി നിലവിളിയാകല്ല. നമ്മുടെ വിളി നിലവിളിയാകാതിരിക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ അപ്പോസ്തലനായി വിളിച്ചിരിക്കുന്നു എങ്കിൽ പ്രവാചകനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കല്ല. ദൈവത്തിന്റെ സുവിശേഷകനായി വിളിച്ചിരിക്കുന്നു എങ്കിൽ പാസ്റ്റർ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കല്ല. സ്തോത്രം, നിന്റെ ലൈഫ് സ്റ്റൈൽ നിന്റെ കോളിംഗ് അനുസരിച്ച് ആയിരിക്കും. സ്തോത്രം, നിന്റെ ജീവിത ശൈലി, നിന്റെ സ്തോത്രം, അതെ, നിന്റെ ജീവിത ശൈലിയെ കാണുമ്പോൾ അറിയാം നിന്റെ വിളി എന്താണ് എന്ന്.
വേദപുസ്തകം പറയുന്നവന്റെ ഉണ്ടായിരുന്നതായ ഡ്രസ് നോക്ക്, ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾ വാറും. സ്തോത്രം. ഇന്ന് പലരുടെ ലൈഫ് ഇപ്രകാരം അല്ല. നമ്മുടെ കോളിംഗ് എങ്ങനെയാണോ, സ്തോത്രം, ആ കോളിംഗ് അനുസരിച്ചായിരിക്കും നമ്മൾ ഡ്രസ് ചെയ്യേണ്ടത്. അർത്ഥം സ്തോത്രം, നമ്മൾ ജീവിക്കേണ്ടത്. ക്രിസ്തുവിൽ ദൈവകൃപയാൽ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ശക്തനായ ദൈവത്തിന്റെ ദാസനാണ് പാസ്റ്റർ P.S. സാമുവൽ. വാരുമന യോനാച്ചൻ അവരുടെ ജ്യേഷ്ഠനായിരുന്ന പാസ്റ്റർ P.S. സാമുവൽ വർഷങ്ങൾക്ക് മുമ്പ് റായ്പൂർ അദ്ദേഹത്തിന്റെ ജനറൽ കൺവെൻഷന് ഞാൻ പ്രസംഗിപ്പാൻ വേണ്ടി കടന്നുപോയി. പാസ്റ്റർ P.S. സാമുവലിന്റെ ഭവനം പത്തനംതിട്ടയിലാണ്. കഴിഞ്ഞ തലമുറയിൽ വളരെ ശക്തമായി സയൻസ്, വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളിൽ ഇന്ത്യൻ ചർച്ചിൽ ഏറ്റവും ശക്തിയോടെ ജ്വലിച്ച ദൈവദാസനായിരുന്നു സ്തോത്രം പാസ്റ്റർ P.S. സാമുവൽ. സ്തോത്രം. ഞാൻ കണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രത്തോളം തീ ചുമക്കുന്ന ദൈവദാസന്മാരുണ്ടോ അത്രത്തോളം അവർ ചൂടന്മാരായിരിക്കും. മിണ്ടുന്നില്ല. എത്രത്തോളം തീ ചുമക്കുന്നവരാണോ അത്രത്തോളം അവന്മാർ ചൂടന്മാരായിരിക്കും. മറ്റുള്ളവന്മാർ ബിസിനസ്സുകാരായിരിക്കും. എങ്ങനെയാലും ജീവിച്ചാൽ മതി, കാരണം എനിക്ക് ചിക്കിലി മാത്രം കിട്ടിയാൽ മതി. ബിസിനസ് സുവിശേഷ വേല എന്ന് പറയുന്നത് സ്തോത്രം കന്നാലി തൊടുത്തു പോലെ അഴിച്ചുവിടുന്നതല്ല, അത് കെട്ടിയടച്ച തോട്ടമാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത് തോന്നിയതുപോലെ ചെയ്യേണ്ടതല്ല, ഈ പുസ്തകം അനുസരിച്ച് ചെയ്യേണ്ടതാണ്. സ്തോത്രം. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അത് പാസ്റ്റർ P.S. സാമുവൽ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ ഡിസ്ട്രിക്ട് കളക്ടർ വന്നാൽ പോലും തന്റെ മുൻപിൽ ഇരിക്കത്തില്ലായിരുന്നു. അത്ര വളരെ ബഹുമാനിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ P.S. സാമുവൽ. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു എന്തുകൊണ്ട് അദ്ദേഹം 10-12 പേരായി ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു, ഒരു ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറന്ന് ആ വീടിന് മുകളിൽ തീ കത്തിക്കയറുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടു. സ്വർഗം തുറന്ന് താൻ പ്രാർത്ഥിച്ചതായ ഭവനത്തിന് മുകളിൽ തീ കത്തിക്കയറുന്നത് നാട്ടുകാർ കണ്ടു. അത്ര വിസിബിൾ റിലത്തിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ കൃപയാൽ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ ദൈവം ഉപയോഗിച്ച മനുഷ്യനായിരുന്നു സ്തോത്രം പാസ്റ്റർ P.S. സാമുവൽ. അദ്ദേഹത്തിന്റെ അടുക്കലേക്കാണ് 2004 വർഷത്തിൽ ജനറൽ കൺവെൻഷൻ ഞാൻ പ്രസംഗിപ്പാൻ ലൈറ്റ് കളർ 5 ഡ്രസ്സുമായി 3 ദിവസങ്ങൾ ശുശ്രൂഷിപ്പാൻ പറന്നിറങ്ങിയത്. ആദ്യത്തെ ദിവസം ലൈറ്റ് കളർ ബ്ലൂ ഡ്രസ്സ് ഇട്ട് യേശു ക്രിസ്തു ഇന്നലെ എന്തായിരുന്നു, പിറ്റേന്ന് എനിക്ക് പ്രസംഗിക്കണം യേശു ഇന്ന് ആരാണ്, അവസാന ദിവസം എനിക്ക് പ്രസംഗിക്കണം യേശു നാളെ എങ്ങനെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ദിവസം സ്തോത്രം അതേ പ്രസംഗിച്ച് കത്തിക്കയറി ജനം മുഴുവൻ കാറ്റത്തെ ഇലകൾ ഇളകിയാടുന്നത് പോലെ ജനം മുഴുവൻ സ്തോത്രം ഇളകിയാടി. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അപ്പച്ചന് ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ വെള്ള ഉടുപ്പില്ല അല്ലയോ, വെള്ള ഷർട്ടില്ല അല്ലയോ. ഞാൻ പറഞ്ഞില്ല അപ്പച്ച, 2 ഉണ്ട്, കൊണ്ടുവന്നിട്ടില്ല, സാരമില്ല, അപ്പച്ചൻ തരാം. വെള്ള ഉടുപ്പില്ല അല്ലയോ, അപ്പച്ചൻ തരാം. അദ്ദേഹം സ്തോത്രം തൻ്റെ റൂമിലേക്ക് പോയി ഒരു അമേരിക്കൻ ആരോ ഷർട്ട് എടുത്തു വന്നു. കാരണം എൻ്റെ സ്വഭാവമാണ്, ഞാൻ ഡ്രസ്സ് വാങ്ങത്തില്ല, ആരും എനിക്ക് മേടിച്ച് തരാൻ ഞാൻ സ്വീകരിക്കത്തില്ല. സ്തോത്രം. അത് മാച്ച് കളഞ്ഞു. സ്തോത്രം. അദ്ദേഹം അമേരിക്കൻ ആരോ ഷർട്ട് തൻ്റെ അലമാരയിൽ പോയി പുതിയ ബ്രാൻഡ് ന്യൂ ആരോ ഷർട്ട് $70, $70 മാത്രമേ വിലയുള്ളൂ. ആരാണ്ടപ്പച്ചന് കൊടുത്തതാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഇനി ഇതിട്ട് പ്രസംഗിച്ചാൽ മതി. സഹോദരങ്ങളെ, ദൈവകൃപയല്ല, പിറ്റേന്ന് രാവിലെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തു. നല്ല ചൂടാണ്, 1 മണിക്കൂർ കൊണ്ട് റായ്പൂർ വെയിലിൽ അത് ഉണങ്ങിക്കിട്ടും. സ്തോത്രം. അങ്ങനെ എല്ലാ സെഷൻ കഴിയുമ്പോൾ ആ ഡ്രസ്സ് അലക്കിയിട്ട് സ്തോത്രം വെള്ള ഷർട്ടിട്ട് ഞാൻ പ്രസംഗിച്ചു. ഈ 11-12 എനിക്ക് ആന്ധ്ര മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് സ്തോത്രം പുതിയ തുടക്കങ്ങളുടെ മാസമാണ്. പിശാച് അടച്ചതെല്ലാം ദൈവകൃപയാൽ നമ്മൾ തുറക്കുകയാണ്. ആന്ധ്ര തെലങ്കാന പെന്തക്കോസ്റ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെള്ള ഉടുപ്പിട്ടേ അവരെ പ്രസംഗിക്കാൻ അനുവദിക്കത്തുള്ളൂ. സ്തോത്രം. നിന്റെ കോളിംഗ് എന്താണോ അതനുസരിച്ചാണ് നിന്റെ ലൈഫ് സ്റ്റൈൽ. നിന്റെ കോളിംഗ് എന്താണോ, നിന്റെ വിളി എന്താണോ അതനുസരിച്ചാണ് നിന്റെ ജീവിത ശൈലി. മറ്റുള്ളവർ പറയുന്നത് പോലെ നിനക്ക് പറവാൻ കഴിയത്തില്ല. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ നിനക്ക് ജീവിപ്പാൻ കഴിയത്തില്ല. നിന്റെ നാത്തൂനെയും അവളുടെ അമ്മായിയപ്പനെയും പോലെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. കാരണം അവർക്കില്ലാത്ത ഒരു വിളി, അവർക്കില്ലാത്ത ഒരു അഭിഷേകം ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ഡ്രസ്സ് വ്യത്യാസമാണ്, നിന്റെ ജീവിതവും വ്യത്യാസമാണ്. ഈ തലമുറക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. സ്തോത്രം. അതെ, ചർച്ചിനകത്ത് ഒരു വേഷമാണ്, വീട്ടിൽ ചെന്നുമ്പോൾ വേറൊരു വേഷമാണ്. ചർച്ചിനകത്ത് ഒന്നാണ്, സ്തോത്രം, അത് വീടിന് പുറത്ത് ഒന്നാണ്. എന്നാൽ തിരുവചനം പറയുന്നു, യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള
കൊണ്ടുള്ള ഉടുപ്പും അരവിയിൽ തോറുമാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വേട്ടിക്കിളിയും കാട്ടുതീനുമായിരുന്നു. ഹേ വെയിറ്റ് എ മിനിറ്റ്, ഈ ഡ്രസ്സിംഗ്, ഈ കോസ്റ്റ്യൂം എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടക രോമവും കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾവാറും ഉണ്ടായിരുന്നു. ഈ കോസ്റ്റ്യൂം എവിടെയാ കണ്ടത്? ഞാൻ കണ്ടത് സ്തോത്രം അതേ പോത്തീസിലോ കല്യാൺ സിൽസിലോ അല്ല. സ്തോത്രം ഞാൻ കണ്ടത് 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഏലിയാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഏലിയാവ് ഇട്ട് നടക്കുന്നത് ടൈറ്റ് ജീൻസും ഇറുകിയ ടീഷർട്ടും അല്ല, ഇറുകിയ തലേണയുടെ കവർ എന്നതുപോലെയല്ല ഏലിയാവ് ഡ്രസ് ചെയ്ത് നടക്കുന്നത്. 2 രാജാക്കന്മാർ 1:8 പറയുന്നു, അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൾവാർ കെട്ടിയ ആളായിരുന്നു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൾവാർ കെട്ടിയ ആളായിരുന്നു. ഇൻ ജീസസ് നെയിം ലെറ്റ് മീ ടെൽ യു, സ്തോത്രം നിന്റെ ജീവിത ശൈലി സ്തോത്രം മറ്റുള്ളവരെ പോലെ അല്ല. നീ മാറിയാലേ നിന്റെ വീടിനെ നിനക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. നീ മാറിയാലേ നിന്റെ ഫ്രണ്ട്സിനെ നിനക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. പലരും മാറത്തില്ല. സാഹചര്യം അനുസരിച്ചാണ് പലരും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു കഥ കൂടെ പറയട്ടെ. ഒരു കഥ കേൾക്കാൻ സന്തോഷമുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാവരും വീട്ടിൽ പോവാ, കൈ ഉയർത്തി എല്ലാവരും വീട്ടിൽ പോവാ. വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രമാ ഇരുന്നാട്ടെ. കഥ കേൾക്കാൻ വന്നവരെല്ലാം വീട്ടിൽ പോവാ. സ്തോത്രം. എന്നാലും പറഞ്ഞു പോയല്ലോ, ഞാൻ നല്ല ദൈവദാസനായതുകൊണ്ട് പറഞ്ഞത് സ്തോത്രം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പറയട്ടെ. ഒരു വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ആവശ്യമായിരുന്നു. ഒരു വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ആവശ്യമായത് കൊണ്ട് അപ്പനെ പ്രകാരം സ്തോത്രം കുട്ടിയോട് പറഞ്ഞു. അപ്പൻ കുട്ടിയോട് പറഞ്ഞു, മക്കളെ നമുക്കൊരു പട്ടി ആവശ്യമാണ്. കുട്ടി തലകുലുക്കി കേട്ടു. വീട്ടിൽ പട്ടി വേണമെന്ന് അപ്പൻ പറഞ്ഞു. കുട്ടി ഒരു സഞ്ചി എടുത്ത് അപ്പനിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പട്ടിക്കടയിലേക്ക് കുട്ടി വേഗത്തിൽ ഓടിപ്പോയി. സ്തോത്രം. പട്ടിക്കടയുടെ മുൻപിൽ നിന്നിട്ട് ആ കുട്ടി ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് വീരചരമം പ്രാപിച്ചു. അതുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് നല്ലൊരു പട്ടിക്കുട്ടി ആവശ്യമുണ്ട്. കുട്ടി നല്ലൊരു പട്ടിക്കുട്ടിയെ നോക്കി ആ പട്ടിക്കുട്ടിയെ തിരഞ്ഞെടുത്ത് പട്ടിക്കുട്ടിയെ എടുത്ത് പൈസ കൊടുത്ത് സഞ്ചിക്കകത്ത് പട്ടിക്കുട്ടിയെ നിക്ഷേപിച്ച് കുട്ടി ഇതാ സ്തോത്രം തിരികെ വീട്ടിലേക്ക് വരികയാണ്. പട്ടിയും കുട്ടിയുമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇടയ്ക്കൊരു മൈതാനം ഉണ്ടായിരുന്നു. ആ മൈതാനത്തിൽ ഇതാ വേറെ ചില ആൾക്കാർ ചേർന്ന് കുട്ടിയും കോലും കളിച്ചിട്ട് നിൽക്കുന്നത് ഈ കുട്ടി കണ്ടു. ആ കുട്ടിയും കോലും കളിക്കുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിയുടെ വായിൽ വെള്ളമുറിയിട്ട് കുട്ടി ഇപ്രകാരം പറഞ്ഞു, പട്ടി ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അവിടെ കടന്നുപോയി അല്പനേരം കുട്ടിയും കോലും കളിച്ചിട്ട് വന്നിട്ട് പട്ടിയെ നമുക്ക് കൈകാര്യം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആ മരത്തിന്റെ തണലിൽ ആ പട്ടിയെ വെച്ചിട്ട് ഈ കുട്ടി മറ്റേ കുട്ടിക്കും കോലും കളിക്കാനായി അതേ മുന്നോട്ട് പോയി. കുട്ടിയും കോലും കളിച്ചിട്ട് സ്തോത്രം ആ കുട്ടി കളി നിർത്തിയിട്ട് വീണ്ടും ഓടി വന്ന് സഞ്ചി എടുപ്പാൻ വേണ്ടി അവൻ തിരിഞ്ഞു. കേൾക്കണം, അതിനിടയ്ക്ക് ചില വിരുദ്ധന്മാരുണ്ടായിരുന്നു. ആ വിരുദ്ധന്മാർ ഇപ്രകാരം ചിന്തിച്ചു, നോക്കട, ആ കുട്ടി സ്തോത്രം കുട്ടിയും കോലും കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. ആ കുട്ടിയും കോലും കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അവന്റെ സഞ്ചിയിൽ എന്താ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ ഓടി വന്ന സഞ്ചി തുറന്നു നോക്കുമ്പോൾ വാലാട്ടി നല്ലൊരു പട്ടിക്കുട്ടി കിടക്കുന്നത് കണ്ടു. വാലാട്ടി നല്ലൊരു പട്ടിക്കുട്ടി കുട്ടിയുടെ വകയെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിട്ട് ഒരു പ്രകാരം പറഞ്ഞു, യവനെ നമുക്കൊരു നല്ലൊരു പറ്റ് കൊടുക്കാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പട്ടിക്കുട്ടിയെ എടുത്തു മാറ്റിയിട്ട് പകരം ഇതേ വെയിറ്റിലും ഇതേ ഹൈറ്റിലും ഉള്ളതായ ഒരു പന്നിക്കുട്ടിയെ നമുക്ക് പകരം നിക്ഷേപിക്കാം. സ്തോത്രം. കുട്ടിയും കോലും കളിച്ചതായ കുട്ടി അതേ പട്ടിക്കുട്ടി പന്നിക്കുട്ടി ആയി രൂപാന്തരപ്പെട്ട കഥ അറിഞ്ഞതേ ഇല്ല. കളി കഴിഞ്ഞിട്ട് അവൻ ഓടി വന്ന് സഞ്ചി എടുത്ത് അതിനകത്തുള്ളത് പട്ടിക്കുട്ടി എന്ന് വിചാരിച്ച് അവൻ നേരെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ അപ്പൻ ഇപ്രകാരം ചോദിച്ചു, കുട്ടി നീ പട്ടിയെ കിട്ടിയോ? കുട്ടി തലകുലുക്കി പറഞ്ഞു, അപ്പ നല്ലൊരു പട്ടിയെ കിട്ടി എന്ന് പറഞ്ഞ സഞ്ചി കുടഞ്ഞ് പുറത്തേക്കിട്ടതും പന്നിക്കുട്ടി പുറത്തേക്ക് വന്നു. അപ്പനവനെ തല്ലി വഴക്ക് പറഞ്ഞു, എടാ പന്നിക്കുട്ടി എന്തിനാണ് മേടിച്ചത്? പട്ടിക്കുട്ടിയല്ലേ മേടിക്കാൻ വേണ്ടി പറഞ്ഞത്? അവനിപ്രകാരം ചിന്തിച്ചു. സ്തോത്രം. അയ്യോ, മേടിച്ചത് പട്ടിക്കുട്ടിയാണ്, പക്ഷെ വീട്ടിൽ വന്നപ്പോ പന്നിക്കുട്ടി ആയിപ്പോയി. പന്നിക്കുട്ടി എടുത്ത് പഴയ സ്തോത്രം സഞ്ചിയിൽ വെച്ചിട്ട് അതേ കുട്ടി ഇതാ പട്ടിക്കടയിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് വീണ്ടും അവൻ പഴയ കളി കണ്ടു. കുട്ടി എന്തോ കണ്ടു? അതേ കുട്ടിയും കോലും കളിക്കുന്ന കളി കണ്ടു. അതേ മരത്തിന്റെ കീഴിൽ അതേ പന്നിക്കുട്ടിയും സഞ്ചിയും സ്ഥാപിച്ചിട്ട് അവൻ വീണ്ടും ആ കുട്ടി ഓടിപ്പോയി അതെ കുട്ടിയും കോലും കളിച്ചു. പഴയ പുള്ളികൾ നോക്കി നിന്നിട്ട് പറഞ്ഞടാ, പഴയ പന്നിക്കുട്ടി വന്നിട്ടുണ്ട്. അവരെ ഓടിപ്പോയി. സ്തോത്രം. ആ ചെറുക്കൻ കാണാതെ, ആ കുട്ടി കാണാതെ പന്നിക്കുട്ടി എടുത്തു മാറ്റിയിട്ട് പഴയ പട്ടിക്കുട്ടിയെ തന്നെ അതിൽ സ്ഥാപിച്ചു. കളി കഴിഞ്ഞിട്ട് അവൻ ഓടി വന്ന് സഞ്ചി എടുത്തു. പഴയ പട്ടിക്കടയിലേക്ക് ഓടിപ്പോയി. അവൻ ഇപ്രകാരം അതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, എടോ ഹേ, എന്താ പട്ടിക്കുട്ടി
വിൽക്കപ്പെടും എന്ന് എഴുതി വച്ചിട്ട് എന്തിനാണ് പന്നിക്കുട്ടിയെ താൻ വിൽക്കുന്നത്? തന്റെ പന്നിക്കുട്ടി എനിക്ക് വേണ്ടടോ എന്ന് പറഞ്ഞ സഞ്ചി കുടഞ്ഞതും പഴയ പട്ടിക്കുട്ടി വാലാട്ടി പുറത്ത് വന്ന് അനിപ്രകാരം ചിന്തിച്ചു. വീട്ടിൽ പോകുമ്പോൾ പന്നിക്കുട്ടി, കടയിൽ വരുമ്പോൾ പട്ടിക്കുട്ടി. വീട്ടിൽ പോകുമ്പോൾ അതെ പന്നിക്കുട്ടി, കടയിൽ വരുമ്പോൾ പട്ടിക്കുട്ടി. വീട്ടിൽ പോകുമ്പോൾ സ്തോത്രം ഒരു സ്വഭാവം, അതേ ചർച്ചിൽ വരുമ്പോൾ വേറൊരു സ്വഭാവം, പരസ്യത്തിൽ ഒരു സ്വഭാവം, രഹസ്യത്തിൽ വേറൊരു സ്വഭാവം. എന്നാൽ സ്തോത്രം ഏലിയാവിന്റെ ശുശ്രൂഷ, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത ഇതാണ്. അവർ സുവിശേഷം അഭിനയിച്ചവരല്ല, അവർ സുവിശേഷം അനുഭവിച്ചവരാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ അഭിനയം നിർത്ത്. കൊറോണ വന്നിട്ടല്ല, അതിന് മുൻപേ നീട്ടു നടക്കുന്ന ഈ ആത്മീയ അഭിനയമുണ്ടല്ലോ, ആത്മീയ അഭിനയത്തിന്റെ കപടഭക്തിയുടെ സ്തോത്രം മുഖം മൂടിയെ പിച്ച് ചിന്തി കളഞ്ഞിട്ട് ഇൻ ജീസസ് നെയിം നിന്റെ ശുശ്രൂഷയാകട്ടെ, നിന്റെ ലൈഫ് സ്റ്റൈൽ, നിന്റെ കോളിംഗ് അനുസരിച്ച് നീ ഡ്രസ് ചെയ്, നിന്റെ കോളിംഗ് അനുസരിച്ച് നീ ഭക്ഷണം കഴിക്ക്. ചിലരെ ജീവിക്കുന്നത് തന്നെ ഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ്, ചിലരെ സ്തോത്രം അതെ ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടിയാണ്, ചിലരുടെ സ്തോത്രം അത് പ്ലേറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വലുതാണ്. അതിന് മുകളിൽ സെരുബാബേലിന്റെ മുൻപിലുള്ള വലിയ പർവ്വതത്തെ പോലെ വിളമ്പി വെച്ചിട്ട് ഇപ്രകാരം പറയും, കൃപ കൃപ എന്നാർത്തിട്ട് ഇപ്പൊ തന്നെ ഞാൻ എന്റെ വയറ്റിൽ നിന്നെ പിടിച്ചിട്ടിട്ട് ഞാൻ എന്റെ പ്ലേറ്റിനെ സമഭൂമി ആക്കി തീർക്കും. വാട്ട്സ് എ പർപ്പസ്? എന്തിനു വേണ്ടി നീ ജീവിക്കുന്നു? ആർക്ക് വേണ്ടി നീ ജീവിക്കുന്നു? യോഹന്നാൻ പറയും എന്റെ ജീവിതം എനിക്ക് വേണ്ടിയല്ല. ഏലിയാവ് പറയും എന്റെ ജീവിതം എനിക്ക് വേണ്ടിയല്ല. ഭക്തന്മാർ പറയും ഞാൻ ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, കസേരയ്ക്ക് വേണ്ടിയല്ല, വയറിന് വേണ്ടിയല്ല, ജഡത്തിന് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എന്റെ ദൈവത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, നിന്റെ ലൈഫ് മാറിയാൽ നിന്റെ ചുറ്റുപാടുകൾ മാറും, നിന്റെ ജീവിതം മാറിയാൽ നിന്റെ ശുശ്രൂഷ മാറും. ശബ്ദമിടുമ്പോഴല്ല അഭിഷേകം വരുന്നത്, കുറച്ച് ബഹളമുണ്ടാക്കുമ്പോഴല്ല ദൈവകൃപ വ്യാപരിക്കുന്നത്. നിന്റെ ജീവിതം എന്ന പ്ലേറ്റിൽ മാത്രമേ, നിന്റെ ജീവിതം എന്ന പ്ലേറ്റിൽ മാത്രമേ, നിന്റെ ജീവിതം എന്ന പ്ലേറ്റിൽ മാത്രമേ ദൈവത്തിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ ഇറങ്ങി നിൽക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ സകല ആത്മീയ വേഷംകെട്ടലുകൾ വിട്ടുപോകട്ടെ, കാപട്യങ്ങൾ മാറിപ്പോകട്ടെ. ആത്മീയ വേഷംകെട്ടലുകളും അഭിനയങ്ങളും ആത്മീയ അഭിനയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവന്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചായിരുന്നു അവൻ ജീവിച്ചത്. യോഹന്നാൻ സ്തോത്രം അതെ വെട്ടിക്കിളിയും കാട്ടു തേനും തിന്നുന്നവനായിരുന്നു. ഏലിയാവിലും അത് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. കാലത്തും വൈകിട്ടും രണ്ട് നേരം സ്തോത്രം കാക്ക കൊണ്ടുവന്ന് അവന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, if you are a nation changer, സ്തോത്രം, നിങ്ങൾ രാജ്യങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ രാജ്യങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, വീണ്ടും നിങ്ങൾ രാജ്യങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിൽ പോലും മാറ്റമുണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസമുണ്ടായിരിക്കും. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ വിളി അനുസരിച്ച് ജീവിക്കും. പറഞ്ഞേ, ഞാൻ വിളി അനുസരിച്ച് ജീവിക്കും, ഞാൻ വിളി അനുസരിച്ച് ജീവിക്കും. ശമരിയെ മാറ്റിയതായ യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് ശമര്യക്കാർ ആർത്തു വിളിച്ച് വിളിപ്പാൻ തക്കോണം ഏലിയാവിനെ ദൈവം കാരണമാക്കിയെങ്കിൽ, രാജ്യം മാറിയത് അവന്റെ ആഹാരം മാറിയത് കൊണ്ടാണ്, രാജ്യം മാറിയത് അവന്റെ വേ ഓഫ് ഡ്രസ്സിംഗ് മാറിയത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ചിന്തകൾ മാറട്ടെ, നിന്റെ സ്വഭാവം മാറട്ടെ, നിന്റെ അവസ്ഥകൾ മാറട്ടെ, നിന്റെ ആഹാരം പോലും മാറട്ടെ. കമോൺ, നിന്റെ മേലൊരു വിളിയുണ്ട്. സ്തോത്രം, മാറ്റത്തിനായി മാറുക, മാറ്റത്തിനായി മാറുക, മാറ്റത്തിനായി മാറുക. രണ്ട് കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ച് മാറ്റത്തിനായി ദൈവത്തിന്റെ കൃപയാൽ മാറിയാട്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവന്റെ മേലുണ്ടായിരുന്നതായ ഒരു അഭിഷേകമുണ്ട്. യോഹന്നാൻ സ്നാപകൻ ദൈവത്താൽ അയക്കപ്പെട്ടതായ മനുഷ്യൻ, അവൻ വെറുതെ അല്ല കടന്നു വരുന്നത്, അവൻ അഭിഷിക്തനാണ്. He carried the anointing of God. ദൈവത്തിന്റെ അഭിഷേകത്തെ അവൻ ചുമക്കുകയാണ്. നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ MDHന്റെയോ PhDയോ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾ ചുമക്കുന്നത്. കാരണം വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരൊറ്റ സ്തോത്രം പ്രവാചകൻ പോലും സെമിനാരിയിൽ നിന്നല്ല വന്നത്, പകരം അവൻ വന്നത് they came from the presence of God. അവൻ ദൈവ സന്നിധിയിൽ നിന്നാണ് വന്നത്. സ്തോത്രം, കമാൻ. ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാര് കുറച്ച് അക്ഷര ശ്ലോകം പറയാൻ സ്തോത്രം സെമിനാരിയിൽ നിന്നല്ല വന്നത്, പകരം അവർ വന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. പ്രാസം, അക്ഷരം മനുഷ്യനെ കൊല്ലുന്നു, ആത്മാവ് ജനത്തെ ജീവിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അക്ഷരം ജനത്തെ കൊല്ലുന്നു, ആത്മാവ് ജനത്തെ ജീവിപ്പിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 1:15 പറയുന്നു, അവന്റെ മേലൊരു പ്രത്യേക അഭിഷേകം ഉണ്ടായിരുന്നു. ആ അഭിഷേകം അമ്മയുടെ ഗർഭം മുതലേ അവൻ ചുമക്കുകയാണ്.
അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. ഞാൻ വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 1:15. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, മീനും മദ്യവും കുടിക്കയില്ല, അമ്മയുടെ ഗർഭത്തിൽ തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. നിങ്ങൾ മാറ്റത്തിന്റെ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചുമക്കേണ്ടത് ഡിഗ്രി അല്ല, നിങ്ങൾ ചുമക്കേണ്ടത് പ്രോപ്പർട്ടി ഡീഡല്ല, പകരം ദൈവത്തിന്റെ അഭിഷേകത്തെയാണ് നിങ്ങൾ ചുമക്കേണ്ടത്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, അഭിഷേകത്തെ ചുമന്നാട്, അഭിഷേകത്തെ ചുമന്നാട്. അവന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്ത്? വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ആ അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അഭിഷേകം എന്ന് പറയുന്നത് വിറയ്ക്കുന്നതോ ഒന്ന് തുള്ളുന്നതോ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നതോ മാത്രമല്ല, അതിനപ്പുറമായി വെളിപ്പെടുന്ന ഒരു പ്രവൃത്തിയുണ്ട്. യെശയ്യാ പ്രവചനം 40:3 പറയുന്നു, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അഭിഷേകം എന്ന് പറയുന്നത് കുറച്ച് ബഹളമല്ല, അഭിഷേകം എന്ന് പറയുന്നത് കുറച്ച് സ്തോത്രം, അതെ വിറയലല്ല, അതിനപ്പുറമായി വെളിപ്പെടുന്ന വലിയൊരു പ്രവൃത്തിയുണ്ട്. യെശയ്യാ പ്രവചനം 40:3 കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവൻ. അഭിഷിക്തന്റെ പ്രത്യേകതയാണ്, മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവനാണ് അഭിഷിക്തൻ. നിർജ്ജന പ്രദേശത്ത് ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവൻ. അടുത്ത വാക്യം, സ്തോത്രം, നിർജ്ജന പ്രദേശത്ത് വഴിയൊരുക്കുവൻ. 4-ാം വാക്യം, എല്ലാ താഴ്വരയും നികന്നു വരണം, എല്ലാ മലയും കുന്നും താണു വരണം, എല്ലാ താഴ്വരയും നികരണം, എല്ലാ മലയും കുന്നും താഴണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം, എല്ലാ ക്രുക്കട്ടും സ്ട്രെയിറ്റ് ആകണമെന്ന്. 3-ാം വാക്യം അവസാന ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പേര് വഴി നിരപ്പാക്കുവിൻ, പേര് വഴി നിരപ്പാക്കുവിൻ. വീണ്ടും 4-ാം വാക്യം വായിക്കുമ്പോൾ, എല്ലാ മലയും സ്തോത്രം, അതെ കുന്നും താണും വരണം, എല്ലാ മലയും ഇടിഞ്ഞു താഴുകയും, എല്ലാ താഴ്വര നികന്നു വരികയാണ്, എല്ലാ വളഞ്ഞത് ചൊവ്വാക്കുകയാണ്, ദുർഘടങ്ങൾ സമമാക്കുകയാണ്. സ്തോത്രമാണ്. ഏറ്റവും കുറഞ്ഞത് അത് 5 കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ആ 5 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, അവന്റെ പേരാണ് സ്പിരിച്വൽ ബുൾഡോസർ. അവന്റെ പേരാണ് സ്പിരിച്വൽ ബുൾഡോസർ. സ്പിരിച്വൽ ബുൾഡോസർ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഓട്ടോറിക്ഷയല്ല, പെട്ടെന്ന് പറ, ഞാൻ ഓട്ടോറിക്ഷയല്ല, പകരം ഞാൻ ആരാണ്? ഞാൻ ബുൾഡോസറാണ്. എല്ലാ മലയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും, എല്ലാ മലയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും, എല്ലാ താഴ്വര എന്റെ മുൻപിൽ നികന്നു വര്, എന്റെ മുൻപിൽ വളഞ്ഞത് സകലതും സ്തോത്രം, അതേ ചൊവ്വാകും. ഓ, എന്റെ മുൻപിൽ വളഞ്ഞത് ചൊവ്വാകും, എന്റെ മുൻപിൽ ദുർഘടങ്ങൾ സമമാകും. അവന്റെ പേരാണ് അഭിഷിക്തൻ. സഹോദരങ്ങളെ, നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾ വളഞ്ഞല്ല പോകുന്നത്. വളഞ്ഞ വഴി സർപ്പത്തിന്റെ വഴി, ഓ ഹല്ലേലൂയ, വളഞ്ഞ വഴി പാമ്പിന്റെ വഴി. എല്ലാ സർപ്പ സ്വഭാവങ്ങൾ ജനത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ വളഞ്ഞ വഴി കടമയങ്ങിയ കൊടുക്കത്തില്ല, വളഞ്ഞ വഴി, എല്ലാ സ്തോത്രമത്തെ വളഞ്ഞ വഴികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പകരം നിങ്ങൾ അഭിഷിക്തരാണെങ്കിൽ പർവ്വതങ്ങളെ നിങ്ങൾ സമനിലമാക്കും, വളഞ്ഞതിനെ നിങ്ങൾ നേരെയാക്കും, താണതിനെ നിങ്ങളുടെ മുൻപിൽ സ്തോത്രം നികന്നു വര്. അർത്ഥം സ്തോത്രം, നിങ്ങൾ ഒരു അഭിഷിക്തരാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ സ്തോത്രം ഒരു ഹൈവേയിലൂടെയായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളഞ്ഞ വഴി വർക്കതയുമായി ആർക്കും നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ കഴിയത്തില്ല. അവന്റെ പേരാണ് സ്തോത്രം അഭിഷിക്തൻ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവൻ സ്പിരിച്വലി അവനെ സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് അവന്റെ സകലതും പരിശോധിച്ച് തക്ക പ്രതിഫലം തിരികെ കൊടുക്കുക. അവന്റെ പേരാണ് അഭിഷിക്തൻ. മനസ്സിലായ? റാമേൻ പറഞ്ഞാടെ. വർക്കിംഗ് ലബോറട്ടറിയാണ് അഭിഷിക്തൻ. അതിന്റെ മറ്റൊരു പേരാണ് ഡിസേൺമെന്റ്. അതിന്റെ പേരാണ് സ്തോത്രം വിവേചനം. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ വേഷം കണ്ടും ഭൂഷാദി കണ്ടും തൊലിനിറം കണ്ടും ബോഡി ഷേപ്പ് കണ്ടും അഭിഷിക്തൻ വായിൽ വെള്ളമിറക്കത്തില്ല. അഭിഷിക്തൻ പറയും, ഇവൾ എന്തിനാ വന്നിരിക്കുന്നത്, ഇവൻ എന്തിനാ വന്നിരിക്കുന്നത്, ഇവന്റെ അകത്തിരിക്കുന്ന ചരക്കേതാണ്, ഇത് നന്മയാണോ തിന്മയാണോ, ഇത് വീണതാണോ നിൽക്കുന്നതാണോ, ഇത് പണിയുന്നതാണോ അതോ ദൈവസഭയിൽ പൊളിക്കുന്നതാണോ? നിങ്ങൾ ദൈവത്തിന്റെ അഭിഷേകത്തിലായിരിക്കുക. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, അഭിഷേകം ചുമക്ക്, പറ, അഭിഷേകം ചുമക്ക്, അഭിഷേകം ചുമക്ക്. വില്യം ബ്രൻഹാം എന്ന് പേരുള്ളതായ ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. വില്യം ബ്രൻഹാം എവിടെയാണോ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്, ഇന്റർനെറ്റിൽ മറ്റും ഇന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അദ്ദേഹത്തിന്റെ തലയ്ക്ക് സ്തോത്രം പിൻപിൽ വലിയൊരു ദൈവ തേജസ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഫോട്ടോസിൽ തെളിഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ഗ്ലോറി ചുമന്ന മനുഷ്യനായിരുന്നു വില്യം ബ്രൻഹാം. വില്യം ബ്രൻഹാം സ്തോത്രം 20 minutes 25 minutes സിമ്പിൾ മെസ്സേജ് പ്രസംഗിക്കും.
ആ മെസ്സേജ് പ്രസംഗിച്ച് ജനത്തെ ആൾട്ടർ കോൾ കൊടുത്ത് താൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം അതി ആൾക്കാർ വരി വരിയായി ക്യൂവായി സ്തോത്രം കടന്നു വരിക. ക്യൂവായി കടന്നു വരുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ ആരാണ് എന്താണ്, വളരെ കൃത്യമായി സ്തോത്രം. ഫേസ്ബുക്ക് നോക്കി പേര് വിളിക്കുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത്. വളരെ കേൾക്ക. സ്തോത്രം. വില്യം ബ്രൻഹാം പറയും, നിങ്ങൾ വന്നിരിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാം വീഡിയോ. നിങ്ങൾ വന്നിരിക്കുന്നത് മലകൾ നിറഞ്ഞപ്പെട്ട ഒരു സ്ഥലത്തു നിന്നാണ്. ആ സ്ഥലത്തിന്റെ പേര് ഫിലദൽഫിയ എന്നാണ്. എന്നിട്ട് അദ്ദേഹം ആ പട്ടണത്തിന്റെ പേര് പറയും. എന്നിട്ട് പറയും, സ്തോത്രം, ഈ കുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ കുട്ടിക്ക് ലുക്കീമിയ ഉണ്ട്, അതെ, ബ്ലഡ് ക്യാൻസർ ഉണ്ട്. ഡോക്ടർമാർ ഈ കുട്ടി മരിച്ചു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഈ കുഞ്ഞിന്റെ ഫുൾ സ്റ്റോപ്പിനെ കോമയാക്കി ജീവനുള്ള ദേശത്ത് ഈ കുഞ്ഞിന്റെ പേരിന് എഴുതി ചേർക്കുന്നു എന്ന് പറഞ്ഞ് കൈവയ്ക്കുമ്പോൾ ലുക്കീമിയ പോകും, സൗഖ്യം വ്യാപരിക്കും. അതിന്റെ പേരാണ് സ്തോത്രം. അതെ, അതിന്റെ പേരാണ് ദൈവത്തിന്റെ ശുശ്രൂഷ. കർത്താവ് ചുമ്മാ പേര് വിളിക്കുന്നവനല്ല. കർത്താവ് പേര് വിളിച്ചാൽ സ്തോത്രം അതുപോലെ തന്നെ ചെയ്യുന്നവനാണ്. ആയിരക്കണക്കിന് കാര്യങ്ങൾ എന്റെ 18ാമത്തെ വയസ്സ് മുതൽ എനിക്ക് പറവാനുണ്ട് ഇൻ ജീസസ് നെയിം. കാരണം യേശു കർത്താവ് ഒരു കാര്യം പറയുന്നെങ്കിൽ ആ വചനം ഒരിക്കലും വൃഥാവായി മടങ്ങി വരത്തില്ല. അത് അയച്ചതുപോലും നിവർത്തിക്കുക തന്നെ ചെയ്യുക. സഹോദരി സഹോദരന്മാരെ, വില്യം ബ്രൻഹാം, ഒറ്റ വളഞ്ഞവർ നിന്റെ മുൻപിൽ നിൽക്കത്തില്ല. ഒരു പർവ്വതം നിന്റെ മുൻപിൽ നിൽക്കത്തില്ല. ഒരു താഴ്വരയ്ക്കും നിന്റെ മുൻപിൽ ചതഞ്ഞു കിടക്കാൻ കഴിയാത്ത. കാരണം ഇത് ചരക്ക് വേറെയാ. ഇത് സെമിനാരിയിൽ നിന്ന് വന്നതല്ല, ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതല്ല, ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. യഥാർത്ഥ അഭിഷേകത്തിന്റെ കണ്ണിൽ പൊടിയിടുവാൻ ഇസബേലിയ ശക്തികൾക്ക്, താമാറുകൾക്ക് ഒരിക്കലും കഴിയത്തേയില്ല. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞോടെ. വില്യം ബ്രൻഹാമിന്റെ അടുക്കലേക്ക് സ്തോത്രം ഒരു 26 വയസ്സ് പ്രായമുള്ളതായ ഒരു ലേഡി കടന്നു വന്നു. ഞാൻ പറയുന്നത് ഇത് പ്രോബബ്ലി ലൈക്ക് ഒരു 55-60 വർഷം മുമ്പായിരിക്കും ഏറ്റവും കുറഞ്ഞത്. സ്തോത്രം. അവളെ നോക്കി ഡോക്ടർമാർ പറഞ്ഞത് ഇതാണ്, സ്തോത്രം, നിനക്ക് മക്കളെ ഉണ്ടാകത്തില്ല. പക്ഷേ സ്തോത്രം, ആ സഹോദരി ഡെൻവർ കൊളറാഡോയിൽ നിന്ന് എത്രയോ നൂറുകണക്കിന് മൈലുകൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് വില്യം ബ്രൻഹാമിന്റെ മീറ്റിങ്ങിന് ഇരിക്കുകയാണ്. പെട്ടെന്ന് വില്യം ബ്രൻഹാം ആത്മപ്രചോദനായി ഇപ്രകാരം പറഞ്ഞ, സെൻട്രലിൽ ഒരു സഹോദരി ഉണ്ട്, അവൾക്ക് 26 വയസ്സുണ്ട്. അവളെ എണീപ്പിച്ചു. അവളെ എണീക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു പ്രീച്ചറാണ്, നീ ഒരു പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴേക്കും അവൾ എഴുന്നേറ്റ് അവൾ മുന്നിലേക്ക് വരികയാണ്. അവൾ മുന്നിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, സ്തോത്രം, അതെ, നിനക്ക് മക്കൾ ഉണ്ടാകത്തില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ നിന്നെക്കാൾ പ്രസംഗിക്കുന്ന ഒരു കുഞ്ഞിനെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു. നീ വന്നത് ഇവിടെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നല്ല, നീ വന്നത് കൊളറാഡോ സ്പ്രിംഗിൽ നിന്നാണ് നീ വന്നിരിക്കുന്നത്. കൊളറാഡോ എന്ന അകന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നീ വന്നിരിക്കുന്നത്. സ്തോത്രം. ആ സ്ത്രീ വിശ്വസിച്ചു, ആ പ്രീച്ചർ വിശ്വസിച്ചു. അവളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ പേരാണ് മെർലിൻ ഹിക്കി. ഇന്നും ജീവനോടെയുണ്ട് അമ്മച്ചി. സ്തോത്രം. കൊളറാഡോ സ്പ്രിംഗിൽ അത് മെർലിൻ ഹിക്കി അവർക്ക് ആ വാഗ്ദത്ത പ്രകാരം ലഭിച്ചതായ കുട്ടിയുടെ പേരാണ് സാറ. സ്തോത്രം. അമ്മയും മോളുമായി ഇന്ന് കൊളറാഡോ സ്പ്രിംഗിൽ ദൈവത്തിന്റെ കൃപയാൽ ശുശ്രൂഷയിലായിരിക്കുന്നു. വില്യം ബ്രൻഹാം വളരെ കൃത്യമായി ദൂത് പറഞ്ഞതാണ്. അതേ ദൂത് പറയുന്ന ദൈവത്തിന്റെ ദാസന്റെ മുൻപിൽ സ്തോത്രം, അതേ, കളിയാക്കുവാൻ വേണ്ടി വേറൊരുത്തൻ പ്രിറ്റൻഡ് ചെയ്തു വന്നു, വേഷം കെട്ടി വന്നു. നമ്മുടെയൊക്കെ മീറ്റിങ്ങിന് വേഷം കെട്ടി പലരും വരാറുണ്ട്. സൂം മീറ്റിങ്ങിന് വരാറുണ്ട്. അതുപോലെ അല്ലാത്ത മീറ്റിങ്ങിന് വേഷം കെട്ടിയിരിക്കുന്ന സ്തോത്രം ആൾക്കാരുണ്ട്. വില്യം ബ്രൻഹാമിന്റെ അടുക്കലേക്ക് ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം, എനിക്ക് ക്യാൻസർ ഉണ്ട്. പക്ഷെ വില്യം ബ്രൻഹാം ആത്മ നിറവിൽ അവനെ തുറിച്ചു നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു. ആത്മനിറവിൽ അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ക്യാൻസർ ഇല്ല, നീ എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ കേട്ടില്ല. നിനക്ക് ക്യാൻസർ ഇല്ല, പക്ഷേ നീ എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ദൈവത്തെ നീ പരീക്ഷിച്ചത് കൊണ്ട് ആ മാരക രോഗം നിനക്ക് വരാതിരിക്കട്ടെ. നാൾ കഴിഞ്ഞപ്പോ അത് തന്നെ വന്നു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, അഭിഷിക്തന്മാരെ തൊടുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? അഭിഷേകത്തിനെതിരെ കളിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ വിശുദ്ധ പുസ്തകം ഉയർത്തി ഞാൻ പറയട്ടെ, ഇത് തീക്കളിയാണ്. നമ്മുടെ ദൈവം സ്തോത്രം, അതേ, പാല് പോലെ മോര് പോലെ ഇറങ്ങുന്നവനല്ല, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവവേല ചെയ്യാൻ വേണ്ടി നീ ഞാൻ ഇറങ്ങിയിരിക്കുന്നെങ്കിൽ തീക്കളിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ അഭിഷിക്തൻ എന്ന് പറയുന്നവൻ അവൻ ഒരു ഓട്ടോറിക്ഷയല്ല. പകരം അവൻ പഞ്ചറായി കിടക്കുന്ന ഒരു സ്തോത്ര KSRTC വണ്ടിയല്ല. പകരം അവനും ബുൾഡോസറാണ്. ഒരൊറ്റ പർവ്വതത്തിനും നിന്നെ തടയുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ഒരു പർവ്വതത്തിന് നിന്നെ തടയുവാൻ കഴിയത്തില്ല. ഒരു വെല്ലുവിളിക്ക് നിന്നെ തടയുവാൻ കഴിയത്തില്ല. ഒരു ഗൂഢാലോചനകൾക്ക് നിന്നെ പൊളിക്കുവാൻ കഴിയത്തില്ല. ഒരു താഴ്വരകളിൽ നിന്നെ തകർത്തിടുവാൻ കഴിയത്തില്ല. ഒരു വളഞ്ഞ വഴിയിൽ നടക്കുന്ന അവനും അവൾക്കും നിന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല. നിന്റെ മുൻപിൽ ദുർഘടങ്ങളെ ഒരുവനും നിർത്തുവാൻ കഴിയത്തില്ല, യേശുവിന്റെ നാമത്തിൽ. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വേ മേക്കറാണ്. സ്തോത്രമതി ഇല്ലാത്ത വഴികളെ ഉണ്ടാക്കുന്ന അഭിഷേകമാണ് നിന്റെ മേലുള്ളത്.
ഹല്ലേലൂയ. ആരോ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ പാപ്പ പാസ്റ്റർ അല്ലല്ലോ, എൻ്റെ വലിയപ്പച്ചൻ പാസ്റ്റർ അല്ലല്ലോ, എൻ്റെ അങ്കിള് പാസ്റ്റർ അല്ലല്ലോ, എൻ്റെ ലാബാൻ പാസ്റ്റർ അല്ലല്ലോ. ലാബാൻ പാസ്റ്റർ ആയിരുന്നെങ്കിൽ ലാബാന്റെ ആടുകളെ എനിക്ക് സ്തോത്രം അതേ മേയ്ക്കാമായിരുന്നല്ലോ. ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ അപ്പന്റെ പ്ലാറ്റ്ഫോം അല്ല, അമ്മായിയപ്പന്റെ പ്ലാറ്റ്ഫോം അല്ല, കുടുംബത്തിന്റെ പ്ലാറ്റ്ഫോം അല്ല, തെളിയിക്ക് ഞാൻ അഭിഷിക്തനാണ്. ഒരുത്തനും ഇടാത്ത പ്ലാറ്റ്ഫോം, ഒരാളും നടക്കാത്ത വഴി, ഒരാളും പറയാത്ത ദൂത്, ഒരാൾക്കും ഇല്ലാത്ത നിയോഗം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. സകല പർവ്വതങ്ങൾ ഇന്ന് പകൽക്കാലം താഴ്വരകളാകട്ടെ, സമതലമാകട്ടെ. എല്ലാ പർവ്വതങ്ങളും സമതലമാകട്ടെ. ഒരു പർവ്വതത്തിന് നിന്നെ തടുക്കുവാൻ കഴിയത്തില്ല, ഒരു താഴ്വരയെ നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. 3 പേരെ നോക്കി പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഐ ആം അൺസ്റ്റോപ്പബിൾ. എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. പറ, എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. പറ, എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ പിശാച് നിന്നെ തടഞ്ഞു എങ്കിൽ, താഴ്വരകൾ എന്ന് പറഞ്ഞ സാത്താൻ ഓലപ്പാമ്പ് കാട്ടിയെങ്കിൽ, അതേ ദുർഘടങ്ങൾ എന്ന് പറഞ്ഞ സാത്താൻ വെല്ലുവിളിച്ചുമെങ്കിൽ, സ്റ്റക്കായി കിടന്നതായ സകല അനുഭവങ്ങൾ മൂവ് ഇൻ ജീസസ് നെയിം. സ്റ്റക്കായി കിടക്കുന്ന അനുഭവങ്ങൾ വീണ്ടും മുന്നോട്ട് പോകട്ടെ. ആ സ്റ്റക്കായി ഇരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ വീണ്ടും മുന്നോട്ട് പോകട്ടെ. ചലിക്കട്ടെ, ചലിക്കട്ടെ. വായു തുറന്ന് ആരാധിക്ക്, വായു തുറന്ന് ആരാധിക്ക്, വായു തുറന്ന് ആരാധിക്ക്, വായു തുറന്ന് ആരാധിക്ക്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വായു തുറന്ന് ആരാധിക്ക് ശക്തിയോടെ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യന് യോഹന്നാൻ എന്ന് പേർ. അവൻ കയ്യും വീശിയല്ല വന്നത്, അവൻ ദൈവത്തിന്റെ അഭിഷേകത്തോടെയാണ് വന്നത്. വീണ്ടും ഞാൻ പറയട്ടെ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നുവെങ്കിൽ ഒരു അഭിഷിക്തന് കുറച്ച് അഭിപ്രായമല്ല ഉള്ളത്, അഭിഷിക്തൻ ആലോചനയാണുള്ളത്. അഭിഷിക്തന് കുറച്ച് അഭിപ്രായമല്ല ഉള്ളത്. നാട്ടുകാരെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച്, തെക്കുള്ളവരെ കുറിച്ച്, വടക്കുള്ളവരെ കുറിച്ച്, കിഴക്കുള്ളവരെ കുറിച്ച്, പടിഞ്ഞാറുള്ളവരെ കുറിച്ച് എന്ന് പറയുന്ന കുറച്ച് കാക്കാ ശബ്ദമല്ല അഭിഷിക്തനുള്ളത്. അഭിഷിക്തൻ വായു തുറന്നാൽ വായ്നാറ്റമല്ല, ദൈവത്തിന് ആലോചനയാണ് വെളിപ്പെടുന്നത്. വേദപുസ്തകം അങ്ങനെ പറയുന്നു. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം. ഈ ദൂതൽ ഏറ്റവും കൂടുതൽ എന്നെ അനുഗ്രഹിച്ച വാക്യമാണ്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്താൽ അയക്കപ്പെട്ടതായ ഒരു മനുഷ്യനാണെങ്കിൽ, ദൈവത്താൽ അയക്കപ്പെട്ടതായ മനുഷ്യനാണെങ്കിൽ അവന് സംസാരിപ്പാൻ ഒരു ദൂതുണ്ടായിരിക്കും. അവനൊരു ദൂതുണ്ടായിരിക്കും. അടുത്തിരിക്കുന്ന ഒരു തൊട്ട് പറ, ഒരു ദൂതുണ്ടായിരിക്കും. പറ, ഒരു ദൂതുണ്ടായിരിക്കും. അലമാരികൾ സ്തോത്രം ഡ്രസ് ഉണ്ടായിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഫ്രിഡ്ജിൽ ആഹാരം ഉണ്ടായിരിക്കുമെന്നല്ല പറഞ്ഞത്. അടുപ്പിൽ പാൽപ്പായസം 1-ാം തീയതി തിളയ്ക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നിന്റെ ഹൃദയത്തിൽ ലോകത്തിലെ ഒരു വെള്ളത്തിനും അണയ്ക്കാൻ കഴിയാത്ത കത്തുന്ന ഒരു ദൂത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ആ ദൂത് വേറെ ആർക്കും ഇല്ലാത്തതാണ്. നോക്ക്, സ്തോത്രം 7 പേരെ ബൈപ്പാസ് ചെയ്ത് 8-ാമതായി യോഹന്നാൻ ഒരു ദൂത് വരുന്ന ലൂക്കോസ് 3:1. തെബരിയോസ് കൈസറുടെ വാഴ്ചയിൽ 15-ാം ആണ്ടിൽ കൈസർ, 1-ാമത്തെ പേര് കൈസർ. പൊന്തിയോസ് പീലാത്തോസ്, 2-ാമത്തെ പേര് പീലാത്തോസ്. ഹെരോദാവ് ഗലീലയിൽ, 3-ാമത്തെ പേര് ഹെരോദാവ്. 4-ാമത്തെ പേര് ഫിലിപ്പോസ്. 5-ാമത്തെ പേര് ലുസന്യാസ്. സ്തോത്രം 6-ാമത്തെ പേര് ഹന്നാവ്. 7-ാമത്തെ പേര് കയ്യഫാവ്. ഒരിക്കൽ കൂടെ സ്തോത്രം 7 പേർക്ക് ദൂത് ലഭിക്കുന്നില്ല. 7 പേർക്ക് ദൂത് ലഭിക്കുന്നില്ല. They are not ordinary people, brother. അവർ സാധാരണ വ്യക്തികളല്ല, അവർ ലോക പ്രസിദ്ധരാണ്. സീസറിന്റെ പേര് വരെ അവിടെ എഴുതിയിട്ടുണ്ട്. കൈസറുടെ പേര്, കൈസറുടെ പേര്. സ്തോത്രം അതേ തിബരിയാസ്, കൈസർ, സീസർ ലോക പ്രസിദ്ധനാണ്. പൊന്തിയോസ് അതേ യഹൂദ റോമ ഗവൺമെന്റിൽ, റോമ സാമ്രാജ്യത്തിൽ ഏറ്റവും നൈപുണ്യമുള്ള ഗവർണർ ആയിരുന്നു പീലാത്തോസ്. സ്തോത്രം അതേ കൈസർ, പീലാത്തോസ്, ഹെരോദാവ്, ഫിലിപ്പോസ്, ലുസാനിയാസ്. സ്തോത്രം അതേ ഹന്നാവ്, കയ്യഫാവ്. 7 പേർക്ക് അവിടെ ദൂത് ലഭിക്കുന്നില്ല. എത്ര പേർ കേൾക്കുന്നുണ്ട്? സ്തോത്രം യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഗ്യാരണ്ടിയാൻ ഞാൻ പറയട്ടെ, മറ്റുള്ളവർക്കില്ലാത്ത, മറ്റുള്ളവർക്ക് സ്വർഗം കൊടുക്കാത്ത അതേ ഏതോ വലിയ കാലഘട്ടത്തിന്റെ ദൂത് നിന്റെ നാവിൽ ദൈവം നൽകി തരും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എങ്ങനെ ഇത് കിട്ടണം ബ്രദറെ? ഇതെങ്ങനെ ഉണ്ടാകും ബ്രദർ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സ്തോത്രം ഞാൻ പറയാം ഇതെങ്ങനെയാണ് കിട്ടുന്നത്. യേശുവിൻ നാമത്തിൽ. സ്തോത്രം. നോക്ക്, 7 പേരെ കുറിച്ച് പറയുകയാണ്. കൊട്ടാരങ്ങളുള്ളവർ, സിംഹാസനമുള്ളവർ, സ്വാധീനമുള്ളവർ, പണമുള്ളവർ, കുടുംബമുള്ളവർ.
സ്തോത്രം. ഇന്നും ഞങ്ങളെ വലിയ ആൾക്കാര് എന്ന് പറയുന്ന ജഡീകർ സ്തോത്രം അതേ ലോകത്തിലുണ്ട്. ഞാൻ പറയട്ടെ, നിന്റെ ജഡം കാണിച്ചാൽ സ്വർഗം ചലിക്കത്തില്ല. ദൈവം നോക്കുന്നത് ദാഹമുള്ള ഹൃദയമാണ്. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. നീ ബക്കിംഗ്ഹാം പാലസിൽ നിന്നായിരിക്കും വന്നത്, നീ വൈറ്റ് ഹൗസിൽ നിന്ന് who cares about that? എന്നാൽ അതേ സമയത്ത് കാട്ടിൽ കിടന്ന് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് കാട്ടുമൃഗത്തെ പോലെ നാട്ടമുള്ളവനായി കാട്ടിൽ കിടക്കുന്നവന് ദൂത് കൊടുക്കുന്നവനാണ് ദൈവം. നിന്റെ ജഡത്തെ മാറ്റിവെക്ക്, ദാഹമുള്ളവരായിരിക്കെ. അങ്ങനെയെങ്കിൽ കാലഘട്ടത്തിന്റെ ദൂതുണ്ടായിരിക്കെ. 7 പേരെ ദൈവം ബൈപ്പാസ് ചെയ്യുകയാണ്. അവർക്ക് കൊട്ടാരങ്ങളുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് മാനമുണ്ട്, അവർക്ക് പേരുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്, അവർക്ക് പ്രസിദ്ധിയുണ്ട്. പക്ഷെ അവർക്ക് ദൂതില്ല. ഈ കൊറോണ കാലത്ത് ഞാൻ പറയട്ടെ, സ്ഥാനമുള്ളവർ, കസേര കളിക്കുന്നവർ, സ്വാധീനമുള്ളവർ, കോൺഫറൻസ് നിയന്ത്രിക്കുന്നവർ, കൺവെൻഷൻ നിയന്ത്രിക്കുന്നവർ, മുതലാളിമാർ, അവർ വിചാരിച്ചാൽ എന്തും നടക്കും. അവർ വിചാരിച്ച എന്തും നടക്കും. പിന്നെ ഒന്നും നടക്കത്തില്ല. ഈ ദൂതുണ്ടല്ലോ, കാട്ടുപന്നിക്ക്, ദുഷ്ടമൃഗത്തിന് എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. വിശുദ്ധമായത് നായ്ക്കൾക്ക് ദൈവം കൊടുക്കത്തില്ല. വിശുദ്ധമായ ദൈവത്തിന്റെ ദൂത് സ്തോത്രം അതെ ചുമ്മാ പോകുന്ന നായ്ക്കൾക്ക് ദൈവം കൊടുക്കത്തില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഒരു മരുഭൂമിയിൽ ഒരു യോഹന്നാൻ കയറിയിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ജനസാന്ദ്രതയിലായിരുന്നത്, കൊട്ടാരങ്ങളിലാണ് ഇരുന്നത്. അവർക്ക് സ്വാധീനമുണ്ട്, അവരെല്ലാവരും കാണും, അവർക്ക് എല്ലാവരെയും കാണാം. അവർ മൈതാനങ്ങളിലാണ് ഇരിക്കുന്നത്. 24 മണിക്കൂറും കച്ചടത്തപ്പ. ദൂത് കിട്ടത്തില്ല. ദൂത് കിട്ടണമെങ്കിൽ ഇന്ന് പകൽക്കാലം വെള്ളം തിളപ്പിക്കുക. ചായ ഇടാനല്ല, ഇതിനെ ഒന്ന് സ്നാനപ്പെടുത്താൻ, ഈ സുനാപ്പി ഒന്ന് സ്നാനപ്പെടുത്താൻ. ദൂത് കിട്ടണോ? ഇതിൽ നിന്ന് നിനക്ക് വിടുതൽ വേണം. കച്ചടത്തപ്പ നിർത്ത യേശുവിന്റെ നാമത്തിൽ. ഹൃദയം തുറക്ക്, ദൂത് കിട്ടുക. ഹൃദയം. ഇത് കേൾക്കാൻ പലർക്കും ഇഷ്ടമല്ല. ഇത് സ്തോത്രം കാലഘട്ടത്തിന്റെ ദൂതിന് വേണ്ടി കൊതിക്കുന്ന 10 ഇന്ന് പകൽക്കാലം കേൾക്കുന്നെങ്കിൽ ഐ ഗ്യാരണ്ടി യു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നതായ ശബ്ദം സകല നാമത്തിന് മേലായ നസ്രേന യേശുവിന്റെ നാമമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ. മരുഭൂമിയിൽ കിടന്ന് ഒരുവന് ദൂത് കിട്ടിയെന്ന് അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, മരുഭൂമി പോവാം, പെട്ടെന്ന് പറഞ്ഞാട്ടെ, മരുഭൂമി പോവാം. അവിടെ ഫ്രണ്ട്സ് ഇല്ല, അവിടെ കസിൻസ് ഇല്ല, അവിടെ റിലേറ്റീവ്സ് ഇല്ല, അവിടെ ഫേസ്ബുക്ക് ഇല്ല, അവിടെ വാട്സപ്പ് ഇല്ല, അവിടെ മാങ്ങാത്തൊലിയില്ല, അവിടെ ചക്കച്ചവണിയില്ല. അവിടെ സ്തോത്രം നീയും നിന്റെ ദൈവവും മാത്രമേ ഉള്ളൂ. അവിടെ നീയും നിന്റെ ദൈവവും മാത്രമേ ഉള്ളൂ. മരുഭൂമിയിൽ ഓ മോശെ കയറി വാ മരുഭൂമിയിൽ. മോശ കയറിപ്പോയപ്പോൾ ഇറങ്ങി വന്ന ഒരു തമ്പുരാനുണ്ടെങ്കിൽ, മോശ കയറി ചെന്നപ്പോൾ ഇറങ്ങി വരാൻ ഒരു തമ്പുരാനുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിലും ദൈവത്തിന്റെ കൃപയാൽ കയറിപ്പോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാലഘട്ടത്തിന്റെ ദൂതമായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, നിന്റെ ശബ്ദം മനുഷ്യ ശബ്ദമായിരിക്കത്തില്ല. നീ പറയുമ്പോൾ എന്തെങ്കിലും നടക്കുക. നീ പറയുമ്പോൾ സ്തോത്രം എന്തെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ദൂത് സാധാ വിശ്വാസിക്കുള്ളതല്ല. യേശുവിന്റെ നാമത്തിൽ കേൾക്ക, സാധാ വിശ്വാസിക്കുള്ളതല്ല. എന്നാൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാകുവാൻ നിന്റെ നാവിന്മേൽ ഒരു കാലഘട്ടത്തിന്റെ ദൂത് നൽകുന്നതായ ഒരു ദൈവമുണ്ട്. ശബ്ദത്തിൽ ഒരു അഭിഷേകമുണ്ട്. ശബ്ദത്തിൽ കുറ്റം പറച്ചിൽ ഭൂതമുണ്ട്, ശബ്ദത്തിൽ അഭിഷേകമുണ്ട്. സ്തോത്രം. അതെ, സ്കാൻഡലൈസിംഗിൽ ഭൂതമുണ്ട്, കുറ്റം പറച്ചിൽ ഭൂതമുണ്ട്, നിറം പിടിച്ച കള്ളക്കഥകൾ പറയുന്നവരിൽ ഭൂതമുണ്ട്, ഇസബേലിയ ഭൂതമുണ്ട്. എന്നാൽ ദൂതിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം. ബ്രദർ DGS ദിനകരൻ 8 മണിക്കൂർ 6 മണിക്കൂർ അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ ദാസനായിരുന്നു. ഒരു ദിവസം സ്തോത്രം അദ്ദേഹത്തിന്റെ വളരെ കൃപയുള്ളൊരു ദൂത് മനസ്സിലാക്കുക. 6 മണിക്കൂർ 8 മണിക്കൂർ അന്യഭാഷയിൽ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം ശുശ്രൂഷിപ്പാൻ വേണ്ടി കടന്നു വന്നത്. ഞാൻ പ്രാർത്ഥിച്ച കഴിഞ്ഞ 2 ദിവസം ഞാൻ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് അത് കണ്ടവർ ഈ വെബ് സ്ട്രീം സ്തോത്രം മനസ്സിലാക്കുന്നു. കാരണം നാടകം കളിച്ചല്ല ബ്രദർ സുരേഷ് ബാബു സ്തോത്രം തിരുവനന്തപുരത്ത് ജീവിക്കുന്നത്. ഹലോ അമ്മാമേ, നാടകമല്ലടോ ക്രിസ്തീയ ജീവിതം. സ്തോത്രം ജീവനെ കൊടുത്ത് ചെയ്യുന്നതിന്റെ പേരാണ് ദൈവത്തിന്റെ വേല. 8 മണിക്കൂർ 6 മണിക്കൂർ സ്തോത്രം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച ശേഷം ദൈവത്തിന്റെ ദാസൻ ബ്രദർ DGS ദിനകരൻ ഒരു വലിയ മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചു. ആ വലിയ മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ച ആ ദൂത് ആരാണ്ട് റെക്കോർഡ് ചെയ്തു. എന്നാൽ കാസറ്റ് ഉണ്ടല്ലോ, കാസറ്റ് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. വീഡിയോ കാസറ്റ് അല്ല ഞാൻ പറഞ്ഞത്, മറ്റേ സിനിമ കാസറ്റ് അല്ല, മറ്റേ പ്രസംഗ കാസറ്റ്. സ്തോത്രം. ആ കാസറ്റ് ആരാണ്ട് കൊണ്ടുവന്ന് ആവടി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ പ്ലേ ചെയ്യുകയാണ്.
ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രദർ ദിനകരൻ്റെ ആ സ്തോത്രം മീറ്റിംഗ് ഇതാ പ്ലേ ചെയ്യുമ്പോൾ അതുവഴി ഒരു വെജിറ്റബിൾ ലേഡി വെജിറ്റബിൾ വിറ്റിട്ട് കടന്നു വന്നു. സ്തോത്രം, വെജിറ്റബിൾ എന്തുവാ, പച്ചക്കറി വിറ്റവൾ വരികയാണ്. അവൾ വിളിക്കുകയാണ് തമിഴില്, വെങ്കായ, ടൊമാറ്റോ എന്ന് പറഞ്ഞ് അവളിങ്ങനെ, കത്രിക്ക എന്ന് പറഞ്ഞ് അവളിങ്ങനെ വിളിച്ചു വരികയാണ്. ആ വീടിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ വളരെ ശക്തിയായി വെടിയുണ്ട എങ്ങനെയാണോ റൈഫിളിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ആ ടേപ്പ് റെക്കോർഡിൽ നിന്ന് ദൂത് പുറത്തു പോകുകയാണ്. ആ വീടിന് അരികിലേക്ക് എത്തുമ്പോൾ ആ വെജിറ്റബിൾ ലേഡിയിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഭൂതം ഉണ്ടായിരുന്നു. ആ ഭൂതമാലറെ സ്തോത്രം അവൾ നിലവിളിച്ച് അവളെ വണ്ടിയെ തള്ളി മാറ്റിയിട്ട് ആ ടേപ്പ് റെക്കോർഡിന്റെ മുന്നിൽ ഓടി വന്ന് വീണ് കിടന്നു അലറി. അവളിൽ നിന്ന് ഭൂതം പുറത്തു പോയി. ഞാൻ ഇങ്ങനെ എൻ്റെ വ്യാഖ്യാനത്തിൽ ഞാൻ പറയട്ടെ, അഭിഷേക ശബ്ദമുണ്ടെങ്കിൽ ടേപ്പ് റെക്കോർഡർ ഭൂതത്തെ പുറത്താക്കും. അഭിഷേക ശബ്ദമുണ്ടെങ്കിൽ ടേപ്പ് റെക്കോർഡർ ഭൂതത്തെ പുറത്താക്കുക. നിന്റെ ശബ്ദം മനുഷ്യ ശബ്ദമല്ല, നിന്റെ ശബ്ദം ദൈവ ശബ്ദമാകട്ടെ. ഹല്ലേലൂയ. കാലഘട്ടത്തിന്റെ ദൂത് ഏറ്റെടുക്ക്. സ്തോത്രം. ദൈവത്താൽ അയക്കപ്പെട്ടതായ മനുഷ്യൻ, അവന് കൊട്ടാരമില്ല, അവന് ഭദ്രാസനമില്ല, അവന് സിംഹാസനമില്ല, അവന് ഖജനാവില്ല, അവന് നെറ്റ്വർക്കില്ല, അവർക്ക് സ്വാധീനമില്ല. പക്ഷെ അവന് ദാഹമുള്ള ഒരു ഹൃദയമുണ്ടായിരുന്നു. നിന്റെ വായിൽ എന്താണുള്ളത്? നിന്റെ വായിൽ ദൂതുണ്ടോ? രണ്ട് പക്ഷികളെ കുറിച്ച് എനിക്ക് താരതമ്യം ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്റെ മുമ്പിൽ ദൂതില്ല, എന്റെ മുമ്പിൽ ടൈമില്ല, ഞാൻ നിർത്തട്ടെ. ഒന്നുകിൽ നീ ഒരു കാക്കയായിരിക്കും, ഇല്ലെങ്കിൽ നീ ഒരു പ്രാവായിരിക്കും. നീ ദൂത് ചുമക്കുന്ന വ്യക്തിയെങ്കിൽ ഒന്നുകിൽ നീ ഒരു കാക്കയായിരിക്കും, ഇല്ലെങ്കിൽ നീ പ്രാവായിരിക്കും. എവിടെ കിടക്കുന്നു ബ്രദർ? വീട്ടിൽ പോയി സ്തോത്രം വായിച്ചു നോക്ക്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം. നോഹി ഇതാ പെട്ടകം തുറന്ന് രണ്ട് പക്ഷികൾ വിടുകയാണ്. ഒന്ന് കാക്ക, മറ്റൊന്ന് സ്തോത്രം അതെ പ്രാവ്. ഒന്ന് കാക്ക, മലങ്കാക്ക, റാവൻസ്. ഓ സ്തോത്രം അതെ, മലങ്കാക്ക മുന്നിലേക്ക് പോകുകയാണ്. കാക്ക വന്നും പോയി നിന്ന് സീസണൽ ഫ്രണ്ട്, വന്നും പോയി നിൽക്കുന്ന സീസണൽ ഫ്രണ്ട്, അതിന്റെ പേരാണ് കാക്ക. അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് ദയനീയമായി ചോദിച്ചാട്ടെ, കാക്കയാണോ പ്രാവാണോ? ചോദിക്ക്. അടുത്തിരിക്കുന്നവർ നോക്കി ചോദിക്കും. മക്കളൊന്ന് ചോദിക്കും, മുട്ടായി മേടിച്ചു തരാം. സ്തോത്രം. ചോദിക്ക്, കാക്കയാണോ പ്രാവാണോ? ചോദിക്ക്, കാക്കയാണോ പ്രാവാണോ? വന്നും പോയി നിൽക്കുന്നതെങ്കിൽ അത് കാക്കയായിരിക്കും. കാക്കയുടെ വായിലുള്ളത് ചത്തതിന്റെ വാർത്തയാണ്. കാക്കയുടെ വായിലുള്ളത് ചത്ത് കിടക്കുന്നതിനെ സ്കാവഞ്ചർ, ചത്ത് കിടക്കുന്ന തിന്നുന്നതാണ് കാക്ക. ചത്തതിനെ കൊത്തി നടക്കുന്നതാണ് കാക്ക. സ്തോത്രം. ചത്തതിനെ കൊത്തി നടക്കുന്നതാണ് കാക്ക. സ്തോത്രം. സ്കാവഞ്ചർ ഞാൻ അർത്ഥം നോക്കുമ്പോ പറഞ്ഞു തോട്ടിപ്പണി നടത്തുന്ന കാക്കകളുണ്ട്. തോട്ടിപ്പണി നടത്തുന്ന കാക്കയല്ല യഥാർത്ഥ അയക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ. അവന്റെ കയ്യിൽ ഒരു ദൂതുണ്ടായിരിക്കും. അവന്റെ വാ തുറന്നാൽ വെളിപ്പെടുന്നത് ദൂതായിരിക്കും. തോട്ടിപ്പണി നിർത്ത്. ഇന്നത്തെ തോട്ടിപ്പണി പിരിച്ചുവിട്ടിരിക്കുന്നു. പകരം ജീവന്റെ ദൂത് ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. കാക്കയുടെ വായിൽ സ്തോത്രം ചത്തതിന്റെ അവശിഷ്ടമുണ്ടെങ്കിൽ ഇതാ പ്രാവ് വരുന്നുണ്ട്. പ്രാവിന്റെ ചുണ്ടത്ത് ഒരു ഒലിവിൻ ചില്ലയുണ്ട്. ഹലോ, പ്രാവിന്റെ ചുണ്ടിൽ എന്തുകൊണ്ട്? ഒലിവിൻ ചില്ലയുണ്ട്. സ്തോത്രം. പ്രാവിലിരിക്കുന്നത് ചത്തതിന്റെ റിപ്പോർട്ടല്ല, ജീവന്റെ ദൂതായിരിക്കും. പ്രാവിന്റെ ചില്ലയിലുള്ളത്, പ്രാവിന്റെ ചുണ്ടിലുള്ളത് ജീവന്റെ ദൂത്. സ്വന്തം കരത്തെ ചുണ്ടത്ത് വെച്ച് പറ, ജീവന്റെ ദൂത്. പറഞ്ഞാട്ടെ, ജീവന്റെ ദൂത്. യേശുവിന്റെ നാമത്തിൽ ജീവന്റെ ദൂത്. സ്തോത്രം. ജീവന്റെ ദൂത് പറഞ്ഞാതെ. ഹലോ, ആരെങ്കിലും ഫോൺ ചെയ്താൽ അതെ ചത്തതിന്റെ റിപ്പോർട്ട് പറയുന്നെങ്കിൽ ഉടനെ പറ, തിരുവനന്തപുരത്തെ കാക്ക വാടയട്ടെ. പകരം ജീവന്റെ ദൂത് ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. പ്രാവേ പോകരുത്. വാവാക്ക് പെട്ടകത്തിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ അതേ പ്രാവേ പോകല്ലേ. പ്രാവേ, ഇവിടെയുള്ള സകല സസ്യങ്ങളും നശിച്ചു. പ്രാവേ, ഇവിടെയുള്ളതായ സകല ജന്തുക്കളും ചത്തു. പ്രാവേ, ഇവിടെയുള്ളതായ സകല മൃഗങ്ങളും ചത്തു. പ്രാവേ, പക്ഷേ പ്രാവേ, നിന്റെ ചുണ്ടിലിരിക്കുന്ന ഒലിവുണ്ടല്ലോ, അത് ചത്തില്ലയോ? അപ്പൊ പ്രാവിന് പറവാൻ ഒരാലോചനയുണ്ട്. ഇത് റോസയല്ല, ഇത് പീച്ചിയല്ല, ഇത് മുല്ലയല്ല, ഇത് മഹാഗണിയല്ല, തേക്കം ഈട്ടിയുമല്ല, ഇത് ഒലിവാണ്. കേട്ടിട്ടില്ലേ? ഇത് ഒലിവാണ്. മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞാട്ടെ, ഇത് ഒലിവാണ്. ഒലിവിൻ കായ പറിച്ചെടുത്ത് മക്കളെ അതിനെ ഉടയ്ക്കുമ്പോഴാണോ അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരുന്നത്. ഒലിവ് അത് അഭിഷേകത്തിന്റെ എണ്ണയെ കുറിക്കുന്ന. ഇൻ ജീസസ് നെയിം ഞാൻ നിങ്ങൾ നോക്കി ദൈവത്തിന്റെ കൃപയാൽ വെല്ലുവിളിച്ച് പറയട്ടെ, വെള്ളങ്ങൾ പൊങ്ങട്ടെ. മേലെ നിന്നും പൊങ്ങട്ടെ, താഴെ നിന്നും പൊങ്ങട്ടെ. മേലെ നിന്നും പൊങ്ങട്ടെ, താഴെ നിന്നും പൊങ്ങട്ടെ. വെള്ളം പൊങ്ങട്ടെ. വെള്ളം പൊക്കുന്നവരെ വെള്ളം പൊക്കി വിടട്ടെ. ഇൻ ജീസസ് നെയിം. 1 2
2, 3 എന്ന് പറഞ്ഞ് ഏത് ആശാമാരെ ഡാം തുറന്നാലും നീയും ഞാനും അഭിഷേകത്തിന്റെ ഒലിവാണോ? നീയും ഞാനും അഭിഷേകത്തിന്റെ ഒലിവാണോ? ഒലിവിന് ഒരിക്കലും നശിക്കുവാൻ കഴിയത്തില്ല. ഒലിവ് നശിക്കത്തില്ല. നിന്നെയും എന്നെയും നോക്കി പലരും പറഞ്ഞാണ് ഇത് പൂട്ടി കെട്ടിയത് തന്നെ, ഇത് തീർന്നത് തന്നെ, മാറ്റിവച്ചേരെ ആ വെള്ളം. ഇൻ ജീസസ് നെയിം. ഇത് ചെതൽ പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല, ഇത് കുടുംബമല്ല, ഇത് ജാതിയല്ല, ഇത് നുകങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. ഇൻ ജീസസ് നെയിം. അതേ പറക്കുന്ന പ്രാവുകളായി കാലഘട്ടത്തിന്റെ ദൂത് ഏറ്റെടുത്താട്ടെ. 1950-ലും 60-ലും 70-ലും 80-ലും എന്ത് നടന്നു എന്നല്ല, 2021 കൊറോണയ്ക്ക് ശേഷം ദൈവസഭ എങ്ങനെ നിൽക്കണം, കൊറോണയ്ക്ക് ശേഷം ഇന്ത്യൻ ചർച്ച് ഏത് ലെവലിലാകണമെന്ന്, കൊറോണയ്ക്ക് ശേഷം ദൈവത്തിന്റെ ശുശ്രൂഷ എങ്ങനെ പോകണമെന്ന് കാലഘട്ടത്തിന്റെ ദൂത് കൊത്തിയെടുക്കുന്ന ഒലിവിൻ ചില്ലകളുമായി പ്രാവ് പറക്കുന്നത് പോലെ കാലഘട്ടത്തിന്റെ ദൂതേറ്റെടുത്ത് ദൈവത്തിന്റെ കൃപയാൽ അതേ മുന്നേറിയാട്ടെ. വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വരുന്നുവെങ്കിൽ അവൻ വായു തുറക്കുമ്പോൾ വായു നാറ്റമല്ല പുറത്തു വരുന്നത്, പകരം അവന്റെ വായിൽ ദൈവത്തിന്റെ ദൂത് ഉണ്ടായിരിക്കുക. ഓ പ്രീഡസ്റ്റൈൻ, ദൈവം നിന്നെ കാത്തിരിക്കുന്നു, നീ ലജ്ജിച്ചു പോകത്തില്ല. ഓ പരിഹാസങ്ങളെ നീ ആഘോഷം ആക്കുന്ന വ്യക്തി ആയിരിക്കുക. നിന്റെ ജീവിത ശൈലി നാട്ടുകാരെയും വീട്ടുകാരെയും മറ്റവരെയും പോലെ ആയിരിക്കത്തില്ല. നിന്റെ ലൈഫ്, നിന്റെ ആഹാരം, നിന്റെ ഡ്രസ്സിങ്, നിന്റെ വീട് വ്യത്യസ്തമായിരിക്കും. ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ നാട്ടുകാർ പറയും സംതിങ് വേറെ ഒരിടത്തും ഇല്ലാത്ത എന്തോ ഒന്ന് ഈ വീട്ടിലുണ്ട്. അപ്പൊ പറ, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ പാർക്കുന്നത്, എൽ ഷഡായ്, എൽ എലിയോൻ, യഹോവ ശമ്മ എന്റെ കൂടെ പാർക്കുന്നു. ഇത് എന്റെ വീടല്ല, ഇത് ദൈവത്തിന്റെ വീടാണ്. നീ ചുമക്കുന്നതായ ഒരു അഭിഷേകമുണ്ട്. ആർക്കും നിന്നെ കളിപ്പിക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ തടയുവാൻ കഴിയത്തില്ല. എല്ലാ പർവ്വതങ്ങളും സമനിലമാകും, എല്ലാ വളഞ്ഞവ നേരെയാകും, എല്ലാ താഴ്വരയും നികന്നു വരും. You are unstoppable because you carry the presence of the anointing of Almighty God. മാത്രമല്ല നീ വായു തുറക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം, അതെ നിന്നിലൂടെ ദൈവത്തിന്റെ ദൂതായിരിക്കും വെളിപ്പെടുന്നത്. സ്തോത്രം. അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ, 2 കാര്യം കൂടിയുണ്ട്, സമയമില്ലല്ലോ. സ്തോത്രം. അതെ ഇൻകംപ്ലീറ്റ് ആയി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. യഥാർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിനക്ക് താഴ്മയുണ്ടായിരിക്കും. യോഹന്നാൻ സുവിശേഷം 3:30 ആ താഴ്മ. യോഹന്നാൻ സുവിശേഷം 3:30. യോഹന്നാൻ 3:30 ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ 3:30 ന്യൂ ജനറേഷൻ എല്ലാ പാസ്റ്റർമാരും ഇത് കേൾക്കട്ടെ, എല്ലാ പെന്തിക്കോസ് മുതലാളിമാരും ഇത് കേൾക്കട്ടെ, എല്ലാ കസേര കളിക്കുന്നവരും ഇത് കേൾക്കട്ടെ, ഡോളറിഞ്ഞ് അതേ സ്ഥാനം പിടിക്കുന്ന സകലരും കേൾക്കട്ടെ. ഏതവനെയും കൊന്ന് ഏതവനെയും തകർത്ത് അതേ മറ്റവന്റെ ചർച്ച പലർക്കുന്ന ക്രൂരന്മാർ ഇത് കേൾക്കട്ടെ. അതേ യോഹന്നാൻ 3:30 ദൈവത്താൽ അയക്കപ്പെട്ടതായ മനുഷ്യന്റെ പ്രത്യേകത, അവനോ വളരണം, യേശു വളരണം, ഞാനോ കുറയണം. അവൻ വളരണം, ഞാനോ കുറയണം. വളരെ ശ്രദ്ധിക്ക്. സ്തോത്രം. കൊറോണയല്ല, ഇനി സുനാമിയല്ല, കാട്ടുതീ വന്നാലും സ്തോത്രം, ഇന്നും പലരും പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ പേരുണ്ടാക്കണം, എനിക്ക് കുറച്ചുകൂടെ പ്രസിദ്ധി വേണം, എനിക്ക് കുറച്ചുകൂടെ വ്യൂവർഷിപ്പ് വേണം, മറ്റവന്റെ ചർച്ചിനെ ഞാൻ പിളർക്കണം. മറ്റേ വിശ്വാസികൾ അടുത്ത സഭയിൽ പോകുന്ന മറ്റേ സാറിനെയാണ് അവൻ വിസിറ്റ് ചെയ്യുന്നത്. കച്ചവടം, ശുദ്ധ കച്ചവടം. സ്വന്തം പേരിന് വേണ്ടി, സ്വന്തം പ്രസിദ്ധിക്ക് വേണ്ടി, സ്വന്തം സ്ഥാനത്തിന് വേണ്ടി ബാബേൽ ഗോപുരം പണിയുന്നവർ. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ സ്വന്തം നാമത്തിന് വേണ്ടി ബാബേൽ ഗോപുരം അല്ല അവൻ പണിയുന്നത്. He will extend the kingdom of God. ബാബേൽ ഗോപുരം മേലോട്ട് പണിയും, ദൈവരാജ്യം സൈഡിലോട്ട് വളരും. യെരൂശലേം, യഹൂദിയ, ശമരിയ എന്ന് പറഞ്ഞ് അത് സൈഡിലോട്ട് വളരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി വളരെ നിലവിളിച്ചു പറയട്ടെ, ഒരിക്കലും ക്രൈസ്തന്റെ പേര് വലുതാക്കാൻ നോക്കല്ലേ, ഒരിക്കലും ക്രൈസ്തന്റെ പേര് വലുതാക്കാൻ നോക്കല്ലേ, ഒരിക്കലും സുരേഷ് ബാബുവിന്റെ പേര് വലുതാക്കാൻ വേണ്ടി നോക്കല്ലേ. പകരം സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമത്തെ വലുതാക്കാൻ നോക്കിയാട്ടെ. വാ, ഈ തലമുറയിൽ നമുക്ക് യേശുവിന് വേണ്ടി നിൽക്കാം. യേശുവിനെ നിന്നാൽ നീ തകർന്നു പോകത്തില്ല. യേശുവിനെ വേണ്ടി നിന്നാൽ നിന്നെ പൊളിക്കാൻ ആർക്കും കഴിയത്തില്ല. സകല നാമത്തിന് മേലായ യേശുവിനെ വേണ്ടി നിന്നാട്ടെ. ഞാനോ വളരണം, അതെ അവനോ വളരണം. യേശു വളരണം, ഞാനോ കുറയണം. അവൻ വളരണം. പ്രാർത്ഥിച്ച്, ആരാധിച്ച്, സ്തുതിച്ച്, അതെ യേശു നിന്നിൽ വളരട്ടെ.
യേശു വളർന്നാലുണ്ടല്ലോ വെറുതെ വാക്കിലല്ല, അത് പ്രവൃത്തിയിൽ വെളിപ്പെടാം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞോട്ടെ, പ്രാക്ടിക്കൽ വെളിപ്പെടാം, പ്രാക്ടിക്കൽ വെളിപ്പെടാം, പ്രാക്ടിക്കൽ വെളിപ്പെടാം. അവൻ വളർന്നാൽ അവൻ വളർന്നാൽ നീ ചുമ്മാ അങ്ങ് നിന്നാ മതി. വേറെ ആര് പ്രാർത്ഥിച്ചാലും നിന്റെ മുൻപിൽ സ്വർഗം തുറക്കുന്ന നീ കാണാം. സ്വർഗം തുറക്കുന്നത് യോഹന്നാൻ കണ്ടു. എത്ര പേർ കാണുന്നു? സ്വർഗം തുറക്കണം, സ്വർഗം തുറക്കണം, സ്വർഗം തുറക്കണം. 2000 വർഷമായി ആരൊക്കെയോ കളച്ചെന്ന്, ആരൊക്കെയോ പോയെന്ന്, ആരൊക്കെയോ പ്രസംഗിച്ചെന്ന്, ആരൊക്കെയോ ചർച്ച ഉണ്ടാക്കിയെന്ന് അവിടെ ഒന്നും നടന്നില്ലെന്ന്. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഇതാ ചില ബുൾഡോസറുകൾ ഇന്ന് പകൽക്കാലം എന്റെ മുൻപിൽ ആത്മാവിൽ ആരാധിക്കുന്നു. ഇതാ ചില ബുൾഡോസറുകൾ തിരുവനന്തപുരം പട്ടണത്തിലും ഈ വെബ് സ്ട്രീം കാണുന്ന ഇടത്ത് ചില ബുൾഡോസറുകൾ ഇതാ പുറപ്പെടുകയാണ്. അവർ പറയും സ്തോത്രം, നെഞ്ചും നെറ്റിയും കൊടുത്ത്, ജീവൻ കൊടുത്ത്, പോക്കറ്റില്ല ജീവിതങ്ങൾ പറയും, പോക്കറ്റില്ല ജീവിതങ്ങൾ പറയും. അവൻ യേശു വളരണം, ഞാനോ കുറയണം. ഓ യേശു വളരണം. സ്വർഗം തുറക്കുന്നു. ഓ അവന്റെ മുൻപിൽ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നാൽ ഒരു സ്തോത്രം തടസ്സവും നീ കാണത്തില്ല. നിന്റെ മുൻപിൽ പോയ മറ്റുള്ളവരെ പരാജയപ്പെട്ടു കാണാം, പക്ഷെ നീ ജയിക്കും, നീ ജയിക്കും. നിനക്ക് ജയിച്ചിട്ടേ ഉറങ്ങാൻ കഴിയത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഒരൊറ്റ മീറ്റിംഗ് പോലും ഡ്രൈ അല്ലെന്ന്, ഒരൊറ്റ ബൈബിൾ സ്റ്റഡി പോലും ഡ്രൈ അല്ലെന്ന്, ഒരു ഉപവാസ പ്രാർത്ഥന പോലും ഡ്രൈ അല്ലെന്ന്. നിന്നെക്കാൾ എത്രയോ വമ്പന്മാരും കൊമ്പന്മാരും മുന്നിൽ പോയി കാണും, അവർ തോറ്റു കാണും. പക്ഷേ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പരാജയത്തിന്റെ പുതപ്പിനെ വലിച്ചു മാറ്റിയിട്ട്, വീണ്ടും പരാജയത്തിന്റെ പുതപ്പിനെ വലിച്ചു മാറ്റിയിട്ട് ജയത്തിന്റെ പതാക ഉയർത്തി, ജയത്തിന്റെ പതാക ഉയർത്തി കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. മകനെ, നിന്റെ പേരിൽ എനിക്കൊരു ജയ ചരിത്രം മെനയാനുണ്ട്. മകളെ, നിന്റെ പേരിൽ എനിക്കൊരു ജയത്തിന്റെ ചരിത്രം മെനയാനുണ്ട്. ബിക്കോസ് ഓഫ് ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ. സ്വർഗം തുറക്കുന്നത് കൊണ്ട് വാതുറന്ന് ആരാധിക്ക്. സ്വർഗം തുറക്കുന്നത് കൊണ്ട്, സ്വർഗം തുറക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാ പ്രാപന്ന ദേഹരൂപത്തിൽ ഇറങ്ങിയാണ്. പുത്രൻ അവിടെ നിൽക്കുകയാണ്. പിതാവായി ദൈവം സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന പിതാവ്, പ്രസന്റ് ആയിരിക്കുന്ന പുത്രൻ, ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ്. ഒരിക്കൽ കൂടെ, സംസാരിക്കുന്ന പിതാവ്, ഓ നിൽക്കുന്ന പുത്രൻ, ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്. സംസാരിക്കുന്ന പിതാവ്, സ്തോത്രം, പ്രസന്റ് ആയിരിക്കുന്ന പുത്രൻ, ഓ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്. അബ്രഹാം ഇങ്ങനെ ഒരു ദിവസം കണ്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? അബ്രഹാം ഇങ്ങനെ ഒരു ദിവസം കണ്ടില്ല. ഓ മോശ കുറച്ച് മഹത്വം കൊണ്ട് മടങ്ങി വന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് മോശ കണ്ടില്ല. എനിക്ക് വിവരിക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീകളിൽ ജനിച്ചവൻ യവനുണ്ടല്ലോ ഈ യോഹന്നാൻ, യവനാണ് ഏറ്റവും വലിയവൻ. സ്ത്രീകളിൽ ജനിച്ചവൻ യവനാണ് ഏറ്റവും വലിയവൻ. സ്ത്രീകളിൽ ജനിച്ചവൻ യവനാണ് ഏറ്റവും വലിയവൻ. കാരണം ബാക്കി പലരും പാർട്ട് ബൈ പാർട്ടായി കണ്ടപ്പോ യവൻ ട്രിനിറ്റിയുടെ ടോട്ടാലിറ്റി കാണുകയാണ്. ഓ സംസാരിക്കുന്ന പിതാവ്, നിൽക്കുന്ന പുത്രൻ, ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്. ഓ സ്തോത്രം, ഏക ദൈവത്തിന്റെ സമ്മേളനം. ഞാൻ പറയുന്നത് നാസിക്കിൽ 3 നദികൾ യോജിച്ചു എന്നല്ല. ഞാൻ പറയുന്നത് അലഹബാദിൽ 3 നദികൾ യോജിച്ചു എന്നല്ല. ഞാൻ ഇന്ന് പകൽ പറയുന്നത് കന്യാകുമാരിയിൽ 3 സമുദ്രം യോജിച്ചു എന്നല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, യോർദാന്റെ കരയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് യോജിച്ച് യേശുവിന്റെ നാമത്തിൽ സ്വർഗം തുറക്കട്ടെ, സ്വർഗം തുറക്കട്ടെ. തലങ്ങൾ മാറട്ടെ, സ്വർഗീയ അനുഭവങ്ങൾ മാറട്ടെ, ആത്മതലം മാറട്ടെ. അഭിഷേക മണ്ഡലത്തിൽ ഒരു വർധനവ് in Jesus name സംഭവിക്കട്ടെ. സ്വർഗം തുറന്ന് ദൈവത്തിന് ആത്മാവ് പ്രാപന്ന ദേഹരൂപത്തിൽ അവിടെ ഇറങ്ങി വന്ന, ഓ ഹല്ലേലൂയ, സ്ത്രീകളിൽ ജനിച്ചവനിൽ ഇവൻ ഏറ്റവും വലിയവനെന്ന്. സ്ത്രീകളിൽ ജനിച്ചവൻ ഏറ്റവും വലിയവൻ. എഴുന്നേറ്റ് അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞോട്ടെ, എന്നാൽ നമ്മൾ അവനിലും വലിയവൻ. പറഞ്ഞോട്ടെ, നമ്മൾ അവനിലും വലിയവൻ. മത്തായി 11:11 എഴുന്നേൽക്കുമ്പോൾ പറയണം, നമ്മൾ അവനിലും വലിയവൻ, നമ്മൾ അവനിലും വലിയവൻ. ദൈവരാജ്യത്തിൽ അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാൽ നമ്മൾ അവനിലും വലിയവൻ, നമ്മൾ അവനിലും വലിയവൻ. ആരാണ്? യോഹന്നാനിലും വലിയവൻ. യോഹന്നാനിലും സഭ വലിയതെന്ന്, യോഹന്നാനിലും പുതിയ നിയമസഭ വലിയതെന്ന്. ഓ എത്ര പേർ വിശ്വസിച്ചു യോഹന്നാനിലും ദൈവസഭ വലിയതെന്ന്? കാരണം യോഹന്നാന്റെ മേലായിരുന്നു ദൈവത്തിന്റെ അഭിഷേകം. നിന്റെ മേലല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നിന്റെ അകത്താണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ പുറത്ത് അഭിഷേകം വ്യാപരിക്കുന്നതിനേക്കാൾ ഒത്തിരി വലുതാണ് നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ, പുതിയ നിയമസഭ
യോഹന്നാനേക്കാൾ വലിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ ആഗസ്റ്റ് 1-ാം തീയതി 2021 സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനും വലിയവൻ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. ഗ്യാരണ്ടി ഞാൻ പറയട്ടെ, യോഹന്നാൻ തുറന്ന സ്വർഗം കണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അളവിൽ സ്വർഗം തുറക്കുന്നത് ഈ തലമുറ ദൈവസഭ അനുഭവിപ്പാൻ പോകുന്നു, കാണുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്നിൽ വിശ്വസിക്കുന്ന ഞാൻ ചെയ്തതിന് അധികം ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ കൃപയാൽ ഹല്ലേലൂയ, സ്തോത്രം. അതേ പുതിയ നിയമസഭ യോഹന്നാനിലും വലിയവൻ. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ, യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ബ്രദർ സുരേഷ് ബാബുവിന്റെ കാലം വരെ സ്വർഗരാജ്യം ബലാൽക്കാരികൾ ബലാൽക്കാരം ചെയ്യുന്ന, നിന്റെ പേര് ചേർത്ത് പറ, നിന്റെ പേര് ചേർത്ത് പറ. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ നിന്റെ പേര് ചേർത്ത് പറ, നിന്റെ പേര് വരെ. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ നിന്റെ കാലം വരെ സ്വർഗരാജ്യത്തെ ബലാൽക്കാരികൾ ബലാൽക്കാരം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ജനമറിയട്ടെ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് ജനമറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ വന്നത് തുറന്ന സ്വർഗവുമായിട്ടാണ്. നീ പാർക്കുന്നത് അടഞ്ഞ വീട്ടിലല്ല, നീ പാർക്കുന്നത് തുറന്ന സ്വർഗത്തിന് കീഴിലാണ്. നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിച്ചു നിന്നാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. വായു തുറന്ന ദൈവത്തെ സ്തുതിക്കുക. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. കാലഘട്ടത്തിന്റെ അഭിഷേകം, കാലഘട്ടത്തിന്റെ തുടക്കങ്ങൾ, കാലഘട്ടത്തിന്റെ തുടക്കങ്ങൾ, കാലഘട്ടത്തിന്റെ തുടക്കങ്ങൾ വെളിപ്പെടട്ടെ. മനുഷ്യൻ പറയുന്നത് വീട്ടുകളാ, പേപ്പർ പറയുന്നത് വീട്ടുകളാ, TV പറഞ്ഞത് മറന്നുകളാ. പുതിയ തുടക്കം, പുതിയ തുടക്കം, പുതിയ തുടക്കം, പുതിയ തുടക്കം. ന്യൂ ബിഗിനിങ് ഇൻ ജീസസ് നെയിം. ഈ വൈറസിനെ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ഈ ബാക്ടീരിയ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ തോറ്റവരല്ല, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയിച്ചവരാണ്. ജയിച്ചിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു. വായു തുറന്ന് പ്രാർത്ഥിക്കുക, വായു തുറന്ന് ആരാധിക്കുക. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, ദൈവം അയച്ചിട്ട് ഒരു സ്ത്രീ വന്നു, ദൈവം അയച്ചിട്ട് വില്യം കേരി വന്നു, ദൈവം അയച്ചിട്ട് ഐഡ സ്കാഡർ വന്നു, ദൈവം അയച്ചിട്ട് ആഫ്രിക്കയിൽ സ്തോത്രം ഡേവിഡ് ലിവിങ്സ്റ്റൺ വന്നു. യെസ്, യേശുവിന്റെ നാമത്തിൽ നൗ ഇറ്റ് ഈസ് യു. ഇപ്പോൾ നീയാണ്, ഇപ്പോൾ നീയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഏലിയാവിന്റെ അഭിഷേകത്തോടെ യോഹന്നാൻ സ്നാപകൻ നടക്കുകയാണ്. ഏലിയാവിന്റെ അഭിഷേകത്തോടെ യോഹന്നാൻ സ്നാപകൻ നടന്നു. കർത്താവ് പറഞ്ഞു, ഏലിയ വന്നു സ്പഷ്ടം. ഏലിയാവിന്റെ അഭിഷേകത്തോടെ, ഏലിയാവിന്റെ അഭിഷേകത്തോടെ കർത്താവിനെ ഫോർ റണ്ണറായി, കർത്താവിന് വഴി ഒരുക്കുന്നവനായി അവൻ നടന്നു. വഴി ഒരുക്കി അവൻ നടന്നു, വഴി ഒരുക്കി അവൻ നടന്നു. സ്തോത്രം. ദൈവവചനം പറയുന്നു, മലാക്കി 4:5 വായിക്കുമ്പോൾ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്ക. കർത്താവ് യേശുവിന്റെ 1-ാമത്തെ വരവിന് മുൻപ് ഒരു ഏലിയാവ് വന്നു എങ്കിൽ, കർത്താവ് യേശുവിന്റെ 1-ാമത്തെ വരവിന് മുൻപ് ഒരു ഏലിയാവ് വന്നു എങ്കിൽ, യേശുവിന്റെ 2-ാമത്തെ വരവിന് മുൻപ് ഏലിയാവിന്റെ അഭിഷേകത്തോടെ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരു കൂട്ടം ഏലിയാക്കളെ, ഒരു കൂട്ടം ഏലിയാവുമാരെ ലോകത്തിൽ എമ്പാടും ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. യെസ്, ഒരു കൂട്ടം ഏലിയാവുമാരെ യോഹന്നാൻ സ്നാപകന്റെ അഭിഷേകത്തോടെ, അല്ലെങ്കിൽ ഏലിയാവിന്റെ അഭിഷേകത്തോടെ, ഏലിയാവിന്റെ അഭിഷേകത്തോടെ ഒരു കൂട്ടം വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇൻ ജീസസ് നെയിം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തോട് പറഞ്ഞാട്ടെ, അതേ കർത്താവേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ, എന്നെ അങ്ങയുടെ അഭിഷേകത്തിൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഈ മരുഭൂമി തിന്മയ്ക്കല്ല. നിങ്ങൾ വായു തുറന്ന് പ്രാർത്ഥിക്കുക, വായു തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. കമോൺ, വായു തുറന്ന്. ആരും മൗനമായി നിൽക്കരുത്. ഈ മരുഭൂമി തിന്മയ്ക്കല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോൺലിനെസ്, ഈ ഒറ്റപ്പെടൽ തിന്മയ്ക്കല്ല. അൺകോമൺ ആയിട്ടുള്ളൊരു നിയോഗം, അൺകോമൺ ആയിട്ടുള്ളൊരു നിയോഗം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ശബ്ദം ഉയരട്ടെ.